ഭഗവതിയും നമ്മളെ കാണാത്തയും കാണാത്തവരും അവരെല്ലാം അനുവാദം ചോദിച്ചിട്ട് ഞാൻ തുടങ്ങുന്നു. പിന്നെ സ്പെഷ്യൽ നന്ദി പരമേശ്വരന് ഞങ്ങൾക്ക് കൊടുക്കണം. ബിക്കോസ് ഇത് ആദ്യമായിട്ടാണ് ഞാനൊരു അമ്പല പരിസരത്തിൽ ഒരു വർത്തമാനം പറയുന്നത്. അത് നിങ്ങളെ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എനിക്കതൊരു വലിയൊരു ദൈവം വിളിച്ചൊരു അനുഗ്രഹമായിട്ട് മാത്രമേ ഞാൻ കാണുന്നില്ല. ആരെല്ലാം എൻ്റെ പഴയ സെഷൻസിൽ ഇരുന്നിട്ടുണ്ട്, ഒന്ന് കൈകൊണ്ടിക്കാൻ പറ്റുമോ, എനിക്ക് അറിയാൻ നിങ്ങൾക്ക് അറിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ തുടങ്ങുന്ന തന്നെ പറയണം എന്തെല്ലാം ഞാൻ ചെയ്യുന്നത്, എന്തെല്ലാം ഞാൻ ചെയ്തു എന്ന ആ ഒരു ആരും കൊണ്ടേ എൻ്റെ പഴയ ആദ്യത്തെ സെഷനിൽ. ഓക്കെ, കുറച്ച് 3 ആൾക്കാർ കാണുന്നുണ്ട്. ഓക്കെ. ഇന്നലെ ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയിൽ ഉണ്ടായിരുന്നു. അവിടെ ഓൾമോസ്റ്റ് ഒരു 8 മണിക്കൂർ 3 സെഷൻസിൽ 8 മണിക്കൂർ വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വരുന്നത്. അതുകൊണ്ട് അവിടെ കോളേജിൽ നിന്ന് 2 കുട്ടികൾ അവിടെ കണ്ടിന്. അതിന് വളരെ നന്ദി ഇവിടെ ഒന്നും കൂടി വരാൻ. എന്തോ റീസൺ ഞാൻ ഇന്നലെ സെഷൻ ചെയ്തുകൊണ്ടായിരിക്കും ഇന്ന് അവരിവിടെ കൂടെ വന്നിട്ടുണ്ടാവും. അപ്പം എൻ്റെ കൺവെർസേഷൻ പരമേശ്വരൻ പറഞ്ഞ പോലെ മോട്ടിവേഷണൽ ടോക്ക് നിങ്ങൾ ദൂരെ നിന്ന് കാണുമ്പം അതൊരു മോട്ടിവേഷൻ ടോക്ക് ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. പക്ഷേ എന്റെ മരണം ചില സമയം കുറച്ച് തെറ്റാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ മാപ്പ് പറയാം. എനിക്ക് വേറൊരു കാര്യം അറിയാം, എൻ്റെ ഓഡിയൻസിനെ പറ്റിയിട്ട്. ഞാനൊരു 40 വയസ്സുള്ള ഒരാളാണ്. എൻ്റെ താഴെയിലില്ല എത്ര ആൾക്കാരുണ്ടെന്ന് കൈവന്തിക്കാൻ പറ്റും. ഓക്കെ, കുറച്ച് ആൾക്കാർ, ബാക്കി എല്ലാവരും മുകളിലോട്ട്. അപ്പം ഞാൻ എന്ത് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിപ്പോൾ തന്നെ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഞാൻ ഇപ്പം തന്നെ മാപ്പ് പറയും. ബിക്കോസ് ഞാൻ നിങ്ങളെ ഭക്തിയും അല്ല നിങ്ങളെ അറിവിന്റെ മുകളിൽ ഞാൻ ഒരു ചെറിയൊരു നമ്മൾ പറഞ്ഞ ഒരു ഉറുമ്പ് പോലത്തെ ഒരാൾ മാത്രമാണ്. അത്രയും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എന്താ നടന്നത്, ഇത് ഓൾമോസ്റ്റ് ഈ 10 കൊല്ലമായി ഞാൻ ഈ വർത്തമാനം പറയുന്നത്, ഈ ടോക്സ് ചെയ്യുന്നത്. ഇന്ത്യ മുഴുവനും നിങ്ങളിപ്പം IIT ഹൈക്കോട്ട്, IIT ധൻബാദ്, IIT മുംബൈ, ഇത് ആദ്യം നിങ്ങൾ വിചാരിക്കൂലേ ഞാൻ എന്തിന് ഇയാളെ വർത്തമാനം കേൾക്കണം, ഇവൻ എന്ത് ക്രെഡിബിലിറ്റി ആയില്ല, ഇവൻ എന്താണ് ഈ ഇത്ര വലിയ പരസ്യം എന്തുകൊണ്ട് ഇവൻ ഇങ്ങോട്ട് സ്റ്റേജിൽ കൊണ്ടുവന്ന അതിൻ്റെ ഒരു ഉത്തരം മാത്രം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഷോ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണോ അങ്ങനെയൊന്നല്ല. വെറും എൻ്റെ മകനായിട്ട് അല്ല ഒരു ചെറിയ ബ്രദറായിട്ട് മാത്രമേ കാണേണ്ട കാര്യമുള്ളൂ ഈ ഒരു വർത്തമാനം. അപ്പം 10 കൊല്ലമായി ഞാൻ ഈ സെഷൻസ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് 300+ സെഷൻസ് ഇന്ത്യ മുഴുവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ നോക്കുമ്പം IIT ധൻബാദ്, IIT ബോംബെ, ഇവിടെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, ചിന്മയ കോളേജിൻ്റെ ഫാക്കൽറ്റിക്ക് ടീച്ചേഴ്സിന് വേണ്ടി ചെയ്തതിന്. അപ്പം എല്ലാ ഏജ് ഗ്രൂപ്പ്സിനും 5ാം ക്ലാസ് ടു 70 years ആൾക്കാർക്ക് വരെ ഞാൻ ഈ വർത്തമാനം പറഞ്ഞു. അപ്പം എൻ്റെ സെഷൻസ് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്. അപ്പം ജീവിതത്തിൽ നമുക്ക് കുറേ സംശയങ്ങളുണ്ട്. ജീവിതത്തിൽ നമ്മൾ കുറേ ഡൗട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെ ഭഗവാൻ ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത്, അല്ലെ ഭഗവാനെ ഇതെന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ, അങ്ങനത്തെ ചോദ്യങ്ങളില്ല. ആ ഒരു ഡിസ്കഷനാണ് ഇവിടെ നടക്കാൻ. വേറെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ ബസ് മകനായിട്ട് മാത്രമേ കാണേണ്ട കാര്യമുള്ളൂ. ആ പോയിന്റ് ഓഫ് വ്യൂല് മാത്രം ഒരു അമ്മക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, മോനെ ഇതെന്തുകൊണ്ട് ഈ നടക്കുന്നത്, അല്ലെ ഇന്നത്തെ ജനറേഷൻ എന്താ ഇങ്ങനെ ഒരു തലതിരിഞ്ഞ് കളിക്കുന്നത്, അല്ലെ എൻ്റെ മകൻ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ അവരെന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഈ ജീവിതം ഇപ്പം ഭയങ്കര ഫാസ്റ്റാണ് പോകുന്നത്. ആ സ്പീഡ് ഒരു ലെവലിൽ പോകുന്ന നമ്മളെ കൺട്രോളിൽ നഷ്ടപ്പെട്ട ഒരു സ്പീഡിലാണ് ഇപ്പം ഈ ലോകം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളും പോകുന്നത്. അപ്പൊ ആ ഒരു സ്പീഡിൽ ഈ ആൾക്കാർ പോകുമ്പം നമ്മൾ ആ സ്പീഡിൽ എത്താൻ പറ്റില്ല. അപ്പൊ എന്താ വേറെ കാര്യം നമുക്കത് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ എത്ര വേഗം മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ആക്സെപ്റ്റൻസിലാണ് നമുക്ക് സന്തോഷം നേടാൻ പറ്റും. ബിക്കോസ് ഇപ്പോഴത്തെ ജനറേഷൻ നല്ല സ്പീഡിലാകും. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഇപ്പൊ ലോകം എന്താ ചെയ്യുന്നത്, എനിക്ക് ഒരു ഫാമിലിനെ എത്ര സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ഒരു അമ്മയും ഒരു കുട്ടീനെ എത്ര സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് അത്ര ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഭാര്യനും ഭർത്താവിനും അഴിച്ചിട്ട് ഡൈവോഴ്സ് ചെയ്താൽ 2 വീട് എനിക്ക് അവിടെ റെഡിയായിട്ട് തരും. അപ്പം ഈ ലോകം മുഴുവനും അച്ഛൻ അമ്മ ഈ ഫാമിലിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി എനിക്ക് അത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു അമ്മേൻ്റെ കുട്ടിക്ക് സ്പ്ലിറ്റ് ചെയ്താൽ അമ്മേൻ്റെ ഒരു വീടുണ്ട്, ഒരു പുതിയ വീടെടുക്കും.
ഭാര്യനും ഭർത്തനും സ്പ്ലിറ്റ് ചെയ്താൽ പിന്നെ അവരൊരു വീടെടുക്കും. അപ്പൊ 3 വീടായി, ഈ ഫാമിലി സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ എൻ്റെ ഒരു ചെറിയ ഡ്യൂട്ടി ഇത് ചെയ്യാൻ ഈ ഫാമിലി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് എൻ്റെ വിശ്വാസം ഒരു 90%, 90% നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ഈ ഫാമിലിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. പക്ഷെ നമ്മളെന്താ ഓരോരോ കാര്യത്തിൽ ബിസിയാവും, അല്ലെ ടി വിയിൽ ബിസിയാവും, അല്ലെ ഫ്രണ്ട്സിൽ ബിസിയാവും. ആ ബിസിനെസ്സിൽ ഈ യഥാർത്ഥ പ്രശ്നങ്ങൾ നമ്മൾ മറന്നിട്ട് ഈ ഇതിൽ ബിസിയായി നമ്മൾ പോകണം. പക്ഷെ കുറച്ചെന്താ വയസ്സ് ആ ഡിലേ കഴിഞ്ഞിട്ട് ഈ പ്രശ്നം ഒരു ലെവലിൽ ഇത്ര വലിയ ആവുമ്പോൾ നമ്മൾ പറയും എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, എനിക്ക് മറ്റേ വേറെ ഡിസീസസ് ഉണ്ട്, വേറെ പ്രശ്നങ്ങളുണ്ട്, വേറെ പ്രശ്നങ്ങൾ നമ്മൾ അങ്ങനെ പറയും. പിന്നെന്താ പറയാ, ഒരു ഗിൽട്ട് വരാൻ തുടങ്ങും. എനിക്കിത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇത് ഇങ്ങനെ. ആ ഗിൽറ്റി മരണം ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് മരണം, ഞാൻ എപ്പോൾ ആൾക്കാരും പറയും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിലെ ഏത് ക്വസ്റ്റ്യനും, ജനനവും മരണവും നടുക്ക് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസും അതിനോട് ചോദിക്കും. അക്കാഡമിക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നോൺ ഇങ്ങനെ ഫിസിക്സിന്റെ 1+1 2 അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ ജീവിതത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ചോദിക്കും. ഇനി നിങ്ങൾ നെക്സ്റ്റ് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണം, ഏത് വഴിയിൽ ചോദിക്കണം? സിമ്പിൾ 3 വഴികളുണ്ട്. ഒന്ന് ടോപ്പിക് ബേസ്ഡ്. ടോപ്പിക് പറഞ്ഞാൽ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ ചോദിക്കാം. വിച്ച് മീൻസ് സങ്കടം, അല്ലെങ്കിൽ ദേഷ്യം, അല്ലെങ്കിൽ പേടി, അങ്ങനത്തെ ജെൻഡർ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ ചോദിക്കാം. രണ്ടാമത്തെ വഴി നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് എൻ്റെ പ്രശ്നം പറഞ്ഞിട്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ മകൻ ഗൾഫ് പോയി, ഇപ്പം എന്നെ വിളിക്കുന്നില്ല എന്തുകൊണ്ട്, അല്ല നിങ്ങൾക്ക് എന്തോ ഒരു തോട്ട് പ്രോസസ് ഉണ്ടോ, അത് അവരെന്തുകൊണ്ട് വിളിക്കുന്നില്ല, റൈറ്റ്? അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന നിങ്ങളെ സ്വന്തം പ്രശ്നങ്ങൾ, വിച്ച് മീൻസ് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ഒരു പബ്ലിക് ഫോറമിൽ ചോദിക്കാൻ, അല്ലെങ്കിൽ ഒരു ആൾക്കാർ മുമ്പിൽ. അതുകൊണ്ട് 3ാമത്തെ വഴിയാണ് ഏറ്റവും ബെസ്റ്റ് വേ. ഏതാണ് ബെസ്റ്റ് വേ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന്റെ വീട്ടിൽ ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ പ്രശ്നം എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ കാണുന്നുണ്ട് എപ്പോൾ മൊബൈൽ ഇരിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ മൊബൈലിൽ ഇരിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഭാര്യയും ഭർത്താവും വെറുതെ അടിച്ച് മരിക്കുകയും ഒന്നും ചെയ്യുന്നില്ല, അതെന്തുകൊണ്ട് ഇവർ അടിച്ച് മരിക്കുന്നു? അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ്, ബിക്കോസ് എനിക്ക് മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് വിടാം. പക്ഷെ യഥാർത്ഥ പ്രശ്നങ്ങൾ നിങ്ങൾ അടിക്കാൻ പോകും, അപ്പൊ ആ സന്തോഷം പോയില്ല. അതുകൊണ്ട് ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ അല്ല, എൻ്റെ ഒരു നിഗമനത്തിൽ കുറച്ച് അറിഞ്ഞ സത്യങ്ങൾ ഞാൻ നിങ്ങളോട് വെറും ഷെയർ ചെയ്യുന്ന മാത്രമേ. അപ്പൊ ആൾക്കാർക്കെല്ലാം കൈകൊണ്ടിക്കാം, നിങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ NCCയിൽ അവൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിന്, അപ്പൊ നിനക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ദാറ്റ് എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, ചില സമയം ഞാൻ കണ്ടത്, ഞാൻ സീനിയർ ആൾക്കാർ കൊടുക്കുമ്പോൾ അവർ ജനറലി ടെസ്റ്റ് ചെയ്യും. ഒരു പൊട്ട ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നോർമൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ നോക്കാലോ ഇവൻ എന്താ പറയുന്നത്. അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് ചോദിക്കാം. എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് വിശ്വസിച്ചിട്ട് മാത്രമേ നിങ്ങൾ ആ ലെവലിൽ ചോദിക്കുക, നിങ്ങൾ ഇഷ്ടം. ബിക്കോസ് ഞാനിത് ചെയ്യുന്ന എല്ലാ ടോക്സും ഓൾമോസ്റ്റ് ഞാൻ പറയുന്ന ഒരു 300 സെഷൻസ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ചാർജ് ചെയ്യുന്നു. ഇത് പൈസക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. എൻ്റെ ഒരു കർമ്മമുണ്ട്, ഒരു മകനായിട്ട് അല്ലെങ്കിൽ ഒരു അനിയനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ കർമ്മം മാത്രമേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ. ബാക്കി എനിക്കിത് പൈസക്ക് വേണ്ടിയിട്ടല്ല, അല്ല പൈസക്ക് വേണ്ടി. പിന്നെ കുറെ ആൾക്കാർ വിചാരിക്കും ഇത് ഫ്രീ ആയി ചെയ്ത് പിന്നെ അവൻ പൈസ വാങ്ങും. അങ്ങനെയാണല്ലോ ബിസിനസ്. ഇത് ഞാൻ ദൈവത്തിന് പ്രോമിസ് കൊടുത്തതാണ്, അല്ലെ ഇവിടുന്ന് നിങ്ങൾക്ക് പ്രോമിസ് ആയിട്ട് എടുക്കാം. എൻ്റെ സെഷൻസ് പബ്ലിക് ആയിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ, അതെപ്പം ഈ ലോകത്തിൽ ഞാൻ ഫ്രീ ആയിട്ടേ ചെയ്യുന്നു. എനിക്കെന്ത് കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ല. ആർക്കാണ് അബുദാബിയിൽ പൈസ ചെലവാക്കി ഇവിടെ വന്നിട്ട് സെഷൻ ചെയ്ത് തിരിച്ചു പോയിട്ട് ആർക്കൊന്നും കിട്ടുന്നുണ്ടോ? പക്ഷെ എനിക്കറിയാം ഇവിടെ എനിക്കൊരു അമ്മേൻ്റെ ഒരു ആയുഷ്യുണ്ട്, അല്ല ഒരു അമ്മക്ക് എൻ്റെ ആയുഷ്യുണ്ടാവും, അല്ല ഒരു അനിയത്തിക്ക് ഒരു ഏട്ടന് എൻ്റെ ആയുഷ്യുണ്ടാവും. ആ ആയുഷ്യത്തിന് അവർക്കൊരു പ്രശ്നം ഉണ്ടാവും, നമ്മൾ പൈസ നോക്കണോ? ഇല്ല. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആൾക്കാരെ ക്വസ്റ്റ്യൻ ഇല്ലേ, ഞാൻ പറയാം എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ നിർത്തി ഞാൻ പോകണം. ബിക്കോസ് എനിക്കിതിൽ ഒരിക്കലും കിട്ടാനില്ല. ആൾക്കാർ പിന്നെയും വിശ്വസിക്കൂല, അത് വേറെ കാര്യം. സമയം മാത്രമേ അത് പ്രൂവ് ചെയ്യൂ. സോ ആർക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നിങ്ങൾക്ക്
ബർത്ത് ടു ഡെത്ത്. അതാ ഞാൻ ഇപ്പോൾ ആൾക്കാരെ പറയുന്നത്. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, യെസ് സർ. കുട്ടികളെ മൊബൈൽ അഡിക്ഷൻ ആ ഇപ്പൊ അതുപോലായാലും ഇപ്പോഴത്തെ മൊബൈൽ കൂടി നമ്മൾ പറയുന്നത് അനുസരിക്കും നമ്മൾ ഉപയോഗിക്കണം. ഇപ്പൊ അവർ മാതൃക കാണുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടി നമ്മളെന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ കാര്യം, നമ്മൾ മൊബൈൽ എഡിക്ഷൻ പറയുന്ന കാര്യം, ഈ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കണം. എല്ലാവർക്കും എഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് അറിയാം. ഓക്കെ, ഈ മൊബൈൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഇംഗ്ലീഷ് വാക്കുകളുടെ മീനിങ് അറിയുന്നില്ലെങ്കിൽ ഇപ്പുറത്തെ ആൾക്കാരോട് ചോദിക്കുക. അത് അറിയുന്നില്ലെങ്കിൽ ഒന്ന് കൈ റേസ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് പറ്റും ആ മീനിങ് എന്താണ്. ഈ മൊബൈൽ എഡിക്ഷൻ ഫസ്റ്റ് ഓഫ് രണ്ട് കാര്യമുണ്ട്. ഒന്ന് മൊബൈലും ഒന്ന് എഡിക്ഷനും. ഈ എഡിക്ഷൻ എന്തുകൊണ്ടാണ് വരുന്നത്? ജീവിതത്തിൽ ആർക്കും ഏത് സങ്കടം അല്ലെങ്കിൽ ഏത് ഒരു ഇമോഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവർ ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു എഡിക്ഷൻ വേണം അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നോക്കിക്കോ, ചില ലേഡീസ് അതെ ഈ ഈവനിങ് നിങ്ങൾക്ക് TV സീരിയൽ കണ്ടേ പറ്റും. ചില അച്ഛന്മാരുണ്ട്, അവർക്ക് ആ ന്യൂസ് കണ്ടേ പറ്റും. കാണുന്നില്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട്. അതെന്തുകൊണ്ടാ? രാവിലെ മുഴുവൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ആ ഒരു സ്ട്രെസ് അത് സ്ലോലി മനസ്സിൽ ഹാർഡായി ഇരുന്ന് പോകുമ്പം അത് മറക്കണ്ടെന്ന് വഴിയാ ന്യൂസ് കാണും, അല്ലെങ്കിൽ TV സീരീസ് കാണും, അല്ലെങ്കിൽ സീരിയൽ കാണും, അല്ലെങ്കിൽ കുട്ടികളുടെ മൊബൈൽ ന്യൂസ്. അപ്പൊ ഈ എഡിക്ഷൻ പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിൽ സങ്കടം ഉണ്ടെങ്കിൽ അത് മറക്കേണ്ട ഒരേ ഒരു വഴിയാണ് എഡിക്ഷൻ. അപ്പൊ നമ്മൾ അത് ആദ്യത്തെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കെല്ലാം സങ്കടമുണ്ട് അവർക്ക് എല്ലാവർക്കും എഡിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾ മൊബൈൽ എഡിക്ഷൻ നമ്മൾ പറയേണ്ട പകരം എവിടെയാണ് ഈ എഡിക്ഷൻ വരുന്നത്, അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങനെ മൊബൈൽ കുട്ടികളെ കയ്യിൽ വരുന്നു. ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ നിങ്ങൾ നോക്കിക്കോ. ഞാനിപ്പം 6 മാസം കുട്ടികൾ വരെ മൊബൈൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ കുട്ടികളെ കയ്യിൽ. സോ എന്താ നടക്കുന്നത്? ഇപ്പം ഞാനൊരു അച്ഛനമ്മേൻ്റെ ഒരു കഥ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു കുട്ടി ജനിച്ച്, ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്താ ആദ്യം ചെയ്യുക? ഇപ്പോഴത്തെ അച്ഛനമ്മ എത്രയും വേഗം ഞാൻ ആരെയും ഹാൻഡ് ഓവർ ചെയ്തത്, ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, പണി ഈസി ആയിക്കോളും. അവര് ഭാഗ്യം നല്ലതാണ്. ഇഫ് എന്താ പറയാ, അവർ അച്ഛനോ അമ്മമ്മയോ ഉണ്ടെങ്കിൽ അവർ ജീവിക്കും സെറ്റ്. ബട്ട് മോസ്റ്റ്ലി നിങ്ങളൊരു മെയ്ഡിന് കൊടുക്കും, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഇട്ട് കൊടുക്കും. ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല വരും. ബിക്കോസ് ഒരു കുട്ടി കാര്യം എന്ത് ചെയ്യേണ്ടത്? മൊബൈൽ കൊടുക്കും. അപ്പൊ 6 മാസം അതെന്താണ് നിങ്ങൾ മൊബൈൽ കൊടുക്കുന്നത്? കുട്ടികൾ കരയാമോ, അല്ലെങ്കിൽ കുട്ടികളെ എന്താ പറയാ വിശപ്പ്, അല്ലെങ്കിൽ കുട്ടികളെ വേറെ പ്രശ്നങ്ങൾ, നിങ്ങൾ എല്ലാ പ്രശ്നത്തിലും കുട്ടികൾക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്? മൊബൈൽ കൊടുത്തിട്ടാണ് ആ ചെറിയ മനസ്സ് കുട്ടിയും ചിന്തിക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൊബൈലാണ് എൻ്റെ സൊല്യൂഷൻ. കുട്ടികൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് മൊബൈൽ കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. കുട്ടികൾ ഹോസ്പിറ്റൽ, നിങ്ങളിപ്പോൾ ഹോസ്പിറ്റൽ പോകുമ്പോൾ കാണില്ല, കുട്ടികൾ അമ്മ അച്ഛൻ മൊബൈൽ ഡീസന്റ്. നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു അച്ഛൻ അമ്മ കുട്ടികളെ പിന്നാലെ ഓടുന്നത് ഇല്ല. നമ്മളിപ്പോൾ കാണുന്നില്ല. പണ്ടെല്ലാം അമ്മയും അച്ഛനെല്ലാം കുട്ടികളെ പിന്നാലെ ഓടുന്നത്, എവിടെ പോകുന്നത്, അവിടെ ഉണ്ടല്ലോ, തുള്ളുന്നുണ്ടോ, വീണ് പോകുന്നുണ്ടോ. ഇപ്പൊ എല്ലാവരും മൊബൈൽ ടക്ക കഴിയും. അപ്പൊ അവിടെ എന്താ മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ കഴിയുന്ന വരെ ആൾക്കാരെ മുമ്പിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു ചമ്മൽ. ആ ചമ്മലിൽ കാണാൻ, ആ നേടാൻ പറ്റാത്ത ആ ഒരു പ്രശ്നത്തിന് നമ്മളൊരു മൊബൈൽ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പൊ അതെന്താ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? കുട്ടികൾ എന്താ മനസ്സിലാക്കുന്നത്? ജീവിതത്തിൽ എന്ത് പ്രശ്നം, വിശപ്പുണ്ടെങ്കിലും മൊബൈൽ, സങ്കടം ഉണ്ടെങ്കിലും മൊബൈൽ, എനിക്കൊരു ഹെൽപ്പ് ചോദിക്കാനുണ്ടെങ്കിലും മൊബൈൽ. അപ്പൊ ആ ചെറിയ 6 മാസത്തിൽ കുട്ടികൾ എന്താ പഠിക്കുന്നത്? മൊബൈൽ. അവർ എഡിക്റ്റഡ് എല്ലാവുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ എല്ലാവരും പറയുന്ന കുട്ടികളെല്ലാം മൊബൈൽ എഡിക്റ്റഡ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു അച്ഛൻ, ആ കുട്ടി ഭയങ്കര ഫുട്ബോൾ കളിക്കുന്നത് മൊബൈൽ, ഒരു അച്ഛൻ പോയി നമുക്കില്ല രണ്ടാൾക്ക് എല്ലാവർക്കും പോയി ഫുട്ബോൾ കളിക്കുന്നു. നിങ്ങൾ ജെന്വൻലി ഒരു കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മൊബൈൽ എടുത്തിട്ട് ക്ലാപ്പ് ചെയ്തു നോക്കോ. ഓക്കെ, അല്ല അമ്മ ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങിയതാ. ക്ലാപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ക്ലാപ്പ് ചെയ്യുക, നോട്ട് എ പ്രോബ്ലം. നല്ല കാര്യം പറഞ്ഞാൽ ക്ലാപ്പ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവും, നല്ല കാര്യം പറഞ്ഞു, റൈറ്റ്? സോ നമ്മൾ മനസ്സിലാക്കി ഈ സ്നേഹം പറഞ്ഞൊരു സാധനം ഹൈലി സുപ്രീം.
നമ്മളെ കയ്യിൽ ഒന്നല്ല കിടക്കുന്നു. ആ ദൈവത്തിന്റെ ഈക്വലിൽ നിൽക്കുന്ന ഒരു സാധനം സ്നേഹം. ആ സ്നേഹത്തിൽ മൊബൈലും അങ്ങോട്ടാക്കേണ്ട ലെവലും ഉണ്ട്. അപ്പം നമ്മൾ കുട്ടി മൊബൈൽ എഡിക്റ്റ് ആണെങ്കിൽ എന്താ ആരും അച്ഛൻ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് എല്ലാവർക്കും വീഡിയോ ഗെയിം കളിക്കാമല്ലോ. ആ നമ്മളിപ്പോ ഒരു കുട്ടിയുടെ തെറ്റായ വഴി പോകുന്നുണ്ടെങ്കിൽ മോസ്റ്റ് അച്ഛനാണ് എന്താ ചെയ്യുക? അവര് തെറ്റായ വഴിയാ, നീ തെറ്റായ എല്ലാവരും നമുക്ക് രണ്ടാമത്തെ തെറ്റ് ചെയ്യാതെ. അപ്പൊ നിങ്ങൾ ശരിക്കും മനസ്സിലായി തെറ്റാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഈ കുട്ടികളെ പുറത്ത് കൊണ്ടുവരണം. rather than പിന്നെ വേറെ കാര്യം, ഞാൻ അച്ഛനമ്മയിൽ ഒരു കാര്യം, നിങ്ങൾ ഇത് തെറ്റാണ് കുട്ടികളോട് പറയുന്നുണ്ട്, എന്തുകൊണ്ട് തെറ്റാണ് നിങ്ങൾ പറയുക? ഞാൻ അച്ഛനെ കേൾക്കാറില്ല, ഞാൻ അമ്മയെ കേൾക്കാറില്ല, നീ ചെയ്തു പോകുന്നു. അപ്പൊ നിങ്ങൾ ഇല്ലെങ്കിൽ അവര് തെറ്റായ വഴിക്ക് പോകും. അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ എന്താ വാല്യൂ സിസ്റ്റം? വാല്യൂ പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ജ്ഞാനമുണ്ട് നമ്മളാണ്. അത് കുട്ടികൾക്ക് ആൾക്കാർ ജനറലി ട്രാൻസ്ഫർ ചെയ്യുക. ഈ ട്രാൻസ്ഫർ ഇല്ലായ്മയാണ്. പിന്നെ വേറെ കാര്യം, ചെറുപ്പത്ത് എന്താ പറയാ, ഇപ്പം അമ്മ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ മൊബൈൽ ഒരു സൈഡിൽ നോക്കുന്നുണ്ട്. അപ്പൊ ചെറുപ്പത്തില്ല ഇപ്പം അമ്മ ഒരു കുട്ടിയുടെ കണ്ണിൽ നോക്കി പാല് കൊടുക്കുന്നു. ഒരു അമ്മ മൊബൈൽ സൈഡിൽ പാല് കൊടുക്കുന്നു. ഈ ചെറിയ കുട്ടിക്ക് എന്താ മനസ്സിലാക്കുന്നു? പാല് കൊടുക്കേണ്ട അങ്ങനെയാണ്. മൊബൈല്. നിങ്ങൾ ഒരിക്കലും ചെറിയ കുട്ടികളെ കണ്ടിട്ടാണ് അവർക്ക് എനർജി, ഒരു വൈബുണ്ട്. അവരെ എനർജി ത്രൂവാണ് ഇതെല്ലാം അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് എന്താ കാര്യം ഇവിടെ നടക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് അവരെല്ലാവരും നമ്മുടെ ഹെൽപ്പിന് വേണ്ടി ചോദിക്കുന്നു. പക്ഷെ അവരുടെ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അവർ ഉണ്ടായിരിക്കുക, എനിക്കറിയാം, ഇതാണ് എന്റെ സിസ്റ്റം, ഇതാണെന്റെ ജസ്റ്റ് ഓരോ. ഞാൻ ഒരു മാത്രമേ പറയും, ഞാൻ ആരോട് കുട്ടികളൊന്നല്ല പറയുന്നത്. അത് നിങ്ങളുടെ എല്ലാവരും നമ്മൾ പറയുന്നത് ഈ കോർപ്പറേറ്റ്സും ഈ നെഗറ്റീവ് എനർജിയും ഇതെല്ലാം നിങ്ങളുടെ അവർ പുഷ് ചെയ്ത് ആ ലെവലിൽ നിങ്ങൾ അറിയാണ്ട് എത്തുന്നതാണ്. ഇത് ഞാൻ മൊബൈൽ നിങ്ങൾ കൊടുത്തിട്ട് പ്രശ്നമാകുന്ന എല്ലാം അറിയുന്നത്. ഇത് എല്ലാവരും കൊടുക്കുന്നാവും. ഞാൻ ഇപ്പൊ കുട്ടികൾ എന്തായാലും മോഡേൺ ആണെങ്കിൽ മാത്രമേ ആ ഒരു ലെവൽ എത്തുള്ളൂ. ബിക്കോസ് ലോകം മൊബൈൽ മാറുന്ന ഈ എല്ലാ ചിന്തകൾ വെച്ചിട്ട് നിങ്ങൾ 6 മാസത്തെ കുട്ടി ഒന്നും പറയാതെ. പിന്നെ വേറെ കാര്യം, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുള്ള ജനറൽ കുട്ടികളെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ് പറയാം, അമ്മ രാവിലെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ സ്കൂളോ ടീച്ചറിനെ ഹാൻഡ് ഓവർ ചെയ്തു. ക്ലാസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്ലാസ്, ഡാൻസ്, കരാട്ടെ, സിംഗിങ്, അതിൽ ഹാൻഡ് ഓവർ ചെയ്തു. എത്ര മണിക്കൂർ കുട്ടികൾ നിങ്ങളോട് സ്പെൻഡ് ചെയ്യും? മാക്സിമം 1 മണിക്കൂർ ഒരു ദിവസം. അപ്പൊ നിങ്ങളുടെ കുട്ടിയായി മാറുന്ന വേറെ കുട്ടിയായി മാറുന്ന അപ്പൊ നമ്മൾ നിർത്തലെയാണ് നമ്മുടെ കുട്ടികൾ വളരെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അത്ര നിങ്ങളുടെ കുട്ടികൾ വേറെ കുട്ടികളിലേക്ക് മാറുകയും നമ്മൾ കുട്ടികളായിട്ട് മാറും. അപ്പൊ നമ്മൾ അങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. കുറച്ചൊരു 20 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പറയാമോ ആ ചോദ്യം, ബിക്കോസ് മൊബൈലാണ് നിങ്ങളുടെ ജ്ഞാനം നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരുടെ ഫ്രണ്ട്സ് ആണ് ആ ജ്ഞാനം കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അവര് കുറച്ച് ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അവരെല്ലാം മനസ്സിലാക്കുന്നില്ല. ബിക്കോസ് അവരെല്ലാം മനസ്സിലാക്കിയിട്ട് വേറെ നിങ്ങളാണ് നിലനിൽക്കുന്നത്. So did I answer for the overview? Well, any questions? You can answer again. Okay, thank you. അപ്പോൾ എൻ്റെ ജോബ് ഇതാണ്. പോയിന്റ് എത്ര ക്ലിയർ ആയിട്ട് എനിക്ക് ക്ലാരിഫിക്കേഷൻ. പക്ഷെ ഇന്നത്തെ ടെക്നോളജി കുട്ടികളുടെ അതേ ലെവലിന്റെ കുട്ടികളിലും മൊബൈലിന്റെ പ്രാധാന്യം ഉണ്ട്. യെസ്. അപ്പം സാറിന് നെക്സ്റ്റ് ചോദിക്കുന്നത് മൊബൈൽ ഇമ്പോർട്ടൻ്റ് അല്ലേ? യെസ്, മൊബൈൽ ഇമ്പോർട്ടൻ്റ് അല്ല ഞാൻ പറയുന്നത്. സാറിന്റെ ക്വസ്റ്റ്യൻ മൊബൈൽ എഡിക്ഷനെ പറ്റിയിട്ട്, റൈറ്റ്? അതിന്റെ ഉത്തരം പക്ഷെ അതൊരു നീഡ് അല്ലേ? യെസ്. ലോകം ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ പണ്ട് അമ്മമാരെല്ലാം ഫോണിലാണ് വർത്താനം പറയുന്നത്. ഇപ്പം കുട്ടികളെല്ലാം വാട്സപ്പിലാണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് വീഡിയോ കോളും ചെയ്യാം. എത്ര അമ്മമ്മമാർ വാട്സപ്പ് കോൾ ട്രൈ ചെയ്യുന്നില്ല? എനിക്കിതൊന്നും പറ്റൂല. കുട്ടികൾ എന്താ, എനിക്കും നിങ്ങളെ പറ്റൂല. അപ്പം ഈ യോഗം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാം. നമ്മളൊരു ചെറിയൊരു സ്റ്റെപ്പ് എടുക്കണ്ടോ? മോനെ എനിക്കൊന്ന് വാട്സപ്പ് ഒന്ന് പഠിപ്പിച്ചെന്നാട്ടെ, റൈറ്റ്? ഒന്ന് എന്താ ഈ ഒരു സ്മൈലി എന്താ, അല്ലെങ്കിൽ ചിരിക്കുന്ന മുഖം എന്താ, ഞാൻ കുറെ കണ്ടില്ല, ഒന്ന് പഠിപ്പിച്ചാടാ.
അമ്മ ഞാൻ പഠിപ്പിച്ചുതരാം. പക്ഷെ നിങ്ങൾ എന്താ എന്നെ ഫോണിനെ എല്ലാ ദിവസവും വിളിക്കണം, വിളിക്കുന്നില്ലേ നീ എന്നെ സ്നേഹിക്കുന്നില്ല. ആ ഒരു സ്റ്റാമ്പ് അടിച്ചോട്ട് കുട്ടികൾ അവരിഷ്ടമില്ലാണ്ട് നിങ്ങൾ വിളിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ വാട്സപ്പിൽ നീ ഹായ് വിളിച്ചാൽ എനിക്കറിയാം നീ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പണ്ട് ഫോണിൽ വർത്താനം പറയുന്ന ഒരു സമയമാണ്, ഇപ്പം വാട്സപ്പിൽ മൂവ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ മൂവിൽ നിങ്ങൾ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അവർ ഫാസ്റ്റായി പോയിട്ട് നിങ്ങളെ വിടും. ബിക്കോസ് അങ്ങനെയാണ് ലോകം മാറുന്നത്. ബിക്കോസ് പണ്ട് കത്ത് ചെയ്തത്, ഇപ്പൊ നിങ്ങൾ കുട്ടി കത്ത് ചെയ്താൽ മാത്രം ഞാൻ വായിച്ചിട്ട് മാത്രം എൻ്റെ യഥാർത്ഥ എനിക്ക് ആ ഫീലിംഗ് മനസ്സിലാവും പറഞ്ഞാൽ അമ്മ കത്തൊന്നുമില്ല, ഞാൻ ഹായ് വിടും, ആ ഹായിൽ മനസ്സിലാക്കുക എനിക്ക് അത്ര സന്തോഷമുണ്ട്. ബിക്കോസ് ചില കുട്ടികൾ ഒരു ഹായും ഹെലോവും വരെ വിടുന്നില്ല. വൈ? നമ്മളെ വർത്താന രീതി മാറി, നമ്മളെ വർത്താന കമ്മ്യൂണിക്കേഷൻ മോഡ് മാറി. ആ മോഡ് മാറുമ്പം നിങ്ങളും ആ മോഡ് മാറ്റിയേ പറ്റും. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ഇപ്പൊ പണ്ട് വലിയ വലിയ മലയാള ഭാഷ എനിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾ ശരിയായ മലയാളം പറഞ്ഞാൽ അത് മനസ്സിലാവുകയില്ല. പക്ഷെ ഇപ്പൊ എന്താ, നമ്മളൊരു കണ്ണൂർ, എല്ലാവരും എൻ്റെ വർത്താനം കേൾക്കുമ്പോൾ കണ്ണൂർ മലയാളം പറയുന്നത്. അപ്പൊ കണ്ണൂർ മലയാളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും വരാം. പക്ഷെ ഇപ്പൊ മാം അമ്മ ഒരു എന്താ ലളിത സദൂരി ക്വസ്റ്റ്യൻ അമ്മക്ക് ഒന്നും ഐഡിയ ഇല്ല. അപ്പം ആ ഭാഷ മാറുന്നുണ്ട്, ആ ഭാഷ ട്രാൻസ്ലേറ്റ് രീതി മാറുന്നുണ്ട്. അപ്പൊ ആ പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് എഡിക്ഷനായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിപ്പം നമ്മൾ പറയുന്ന പോലെ അമൃതം കൂടുതൽ കഴിച്ചാൽ വിഷമായിട്ട് മാറും. അത് നമ്മൾ എന്ത് ചെയ്താലും ആ ഒരു മാറ്റം അത് ജീവിതത്തിൽ വരും. അപ്പം ടെക്നോളജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം AI വരുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എത്ര ആൾക്കാരൊക്കെ അറിയാം AI വരുന്നുണ്ട്. ആ AI സോ ഫാസ്റ്റ് പോകുന്നത് നെക്സ്റ്റ് 5 years. അത് നിങ്ങൾക്ക് തന്നെ അറിയില്ല ഏത് ലെവലാണ്, ആൾക്കാർക്കും അറിയില്ല ഏത് ലെവലാണ് പോകാൻ പോകുന്നത്. പക്ഷെ അതിന് എൻ്റെ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഇതിനെപ്പറ്റി അറിയാൻ, മനസ്സിലാക്കാൻ, എത്ര നല്ലോണം എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാം, അതിന് കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ ആ കുട്ടികൾ ഇങ്ങോട്ട് ഓടി വരും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സർ ആൻസർ ഓക്കെ ഫൈൻ. സോ വേറെ എന്തുകൊണ്ടോ ജീവിതത്തെ പറ്റിയിട്ട് യെസ് ഓക്കെ. പുതിയ തലമുറയെ എങ്ങനെ നമുക്ക് വിനയമുള്ള കുട്ടികളാക്കി വാർത്തെടുക്കണം, കുട്ടികൾക്ക് വിനയം ഓക്കെ. ഇപ്പം വിനയം പറഞ്ഞാല് ആ ശാന്തത അല്ലേ, റെസ്പെക്ട്. ഓക്കെ, ഇപ്പം റെസ്പെക്ട് പറഞ്ഞൊരു കാര്യം ഇപ്പൊ ടുഡേസ് ജനറേഷൻ റെസ്പെക്ട് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ട്? അല്ലെങ്കിൽ വിനയം ശരിയാ. അപ്പൊ കുറച്ച് ആൾക്കാർ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാരെയും കുറ്റം പറയുന്നില്ല ഇവിടെ. അപ്പം അമ്മ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇത്, ഈ റെസ്പെക്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ കാണാത്തത്? ഒരു സമയത്ത് എൻ്റെ വിശ്വാസം, എൻ്റെ ഒരു വയസ്സിൻ്റെ കാട്ട് ഒരു മുകളിൽ ആളുണ്ടെങ്കിൽ അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യും. എന്താണെങ്കിലും ഒരു വയസ്സ് മുകളിലാണെങ്കിൽ അവരെ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് മാത്രമേ ഞാൻ വിളിക്കൂ. പിന്നെ ചെറിയ കുട്ടികൾ ഞാൻ നിങ്ങൾ വിളിക്കും, ദൈവമായിട്ട് രൂപമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളായിട്ട് രൂപയും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതെല്ലാം അച്ഛൻ അമ്മ ഇപ്പോ ഒരു വയസ്സായില്ല ആള് വരണം, നിങ്ങൾ അവർ നിങ്ങളായിട്ട് വിളിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ റെസ്പെക്റ്റ് ആയിട്ട് അവർ പെരുമാറുന്നുണ്ടോ? അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കാർപ്പൻറ്റർ വരുന്ന വീട്ടിൽ, ആ കാർപ്പൻറ്ററെ നിങ്ങൾ റെസ്പെക്റ്റ് ആയിട്ടോന്നാ പറയുന്നത്, അല്ല എടാ ഇത് ചെയ്, അല്ല അത് ചെയ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്ത് കാണുന്നു? റെസ്പെക്റ്റ് എങ്ങനെയുണ്ടെങ്കിലും അത് ആ പവർ ഉണ്ടെങ്കിൽ റെസ്പെക്ട് കൊടുക്കണം, ആ പവർ ഇല്ലെങ്കിൽ റെസ്പെക്ട് കൊടുക്കണ്ടെന്ന് നിങ്ങൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികൾ. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് ഈ റെസ്പെക്ട് പറഞ്ഞ സാധനം ഒരു നേടേണ്ട കാര്യമാണ്. അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ പവറുള്ള സമയം വരെ നിങ്ങൾക്ക് അടിച്ചേൽപ്പിച്ച് റെസ്പെക്ട് കിട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞ് റെസ്പെക്ട് കിട്ടുന്ന ഒരു കോൺസെപ്റ്റ് അത് നേടേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് കുട്ടികൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം? അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കൊന്ന് അറിവുണ്ടോ? നിങ്ങൾ അവർ ചെയ്യുന്ന കാര്യത്തിൽ അറിവുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജ്ഞാനം ഉണ്ടോ? അത് അവർക്ക് ആയുഷ്യന്റെ കാര്യം. അവരെന്തിനു നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം? ബിക്കോസ് അവരെന്താണ് എല്ലാം എനിക്ക് ഗൂഗിളിൽ സെർച്ച് എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നത്. അവരെല്ലാം ഗൂഗിളിൽ ഭയങ്കര റെസ്പെക്റ്റാണ്, ആ സെർച്ചിന് എല്ലാത്തിനും ഉത്തരം കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ഒരു കുട്ടി ഒരു അച്ഛൻ അമ്മയുടെ ചോദ്യം ചോദിച്ചാൽ ജനറൽ എന്താ, അത് നിനക്കൊന്നും അറിയണ്ട, അതിന്റെ കാര്യമൊന്നുമല്ല. അപ്പം അവരെന്ത് ബേസിസാണ്? ഒരു അച്ഛനായോണ്ട് യെസ്, അച്ഛനായിട്ട് ഒരു കുട്ടി റെസ്പെക്ട് ചെയ്യണം, എല്ലാം ഞാൻ പറയുന്നത്. പക്ഷെ അതർ ദാൻ ഒരു അച്ഛൻ അമ്മയായ കാര്യം അല്ലെങ്കിൽ അവരെന്തിനും നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. നിങ്ങളൊരു ഫ്രണ്ടായിട്ട് അവരോട് പെരുമാറുന്നുണ്ടോ?
ആയിഷത്തിന്. അതിൽ അവർക്കൊരു സങ്കടം വരുമ്പോൾ, ചില അച്ഛന്മാർ ഒരു കുട്ടി ഒരു മകൻ സങ്കടമായിട്ട് വരുമ്പോൾ എടാ ബി സ്ട്രോങ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല. എല്ലാം മോനെ എന്താ പ്രോബ്ലം, നീ എന്ത് കഷ്ടപ്പാട് നേടിയിട്ടാണ് നീ ഈ ഒരു സങ്കടത്തിൽ എത്തിയേ, അറിഞ്ഞിട്ട് അവിടെ അഡ്വൈസ് കൊടുക്കാൻ തുടങ്ങുമ്പം അവിടെ റെസ്പെക്ട് വരും. അല്ലെങ്കിൽ എന്താ, അച്ഛനോട് എന്ത് പറഞ്ഞാലും അച്ഛൻ അങ്ങനെ തന്നെ. അപ്പൊ അത് റെസ്പെക്ട് ആണോ അല്ലേ, ഞാൻ കുടുങ്ങിപ്പോയി, ഞാൻ അച്ഛൻ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചിട്ട് അങ്ങനെ പോകുന്നില്ല. അപ്പൊ റെസ്പെക്ട് പറഞ്ഞ ഒരു സാധനം നേടേണ്ട കാര്യമാണ്. അതെ നമ്മളെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ അല്ല, ഇപ്പോഴത്തെ പരിസരത്തിൽ ആൾക്കാർ തമ്മിൽ റെസ്പെക്ട് ചെയ്യുന്നില്ല വേറെ കാര്യം. ഇപ്പൊ ഞാൻ എപ്പം ബെസ്റ്റ്, എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യണം, ബാക്കി എല്ലാവരും എൻ്റെ താഴെ ഞാൻ റെസ്പെക്ട് ചെയ്യും, അവൻ എന്നെ റെസ്പെക്ട് ചെയ്യണം. ആദ്യം ഞാൻ എല്ലാവരോടും പറയാം, ആദ്യം നമ്മൾ റെസ്പെക്ട് അങ്ങോട്ട് കൊടുക്കുക. കുട്ടികൾ, ഞാൻ സിമ്പിൾ കാര്യം, ഒരു ചെറിയ കുട്ടി നമ്മളടുത്ത് വർത്താനം പറയാൻ വരുന്നത്, നമ്മളെല്ലാവരും പറയുന്നില്ല കുട്ടികൾ ദൈവത്തിന്റെ രൂപമാണ്. ആരെല്ലാം ഒരു കുട്ടി വരുമ്പം മണങ്ങിയിട്ടാണ് കുട്ടിയോട് വർത്താനം പറയുന്നത്. നിങ്ങൾ ഏത് കുട്ടീനോട് നിങ്ങൾ മടങ്ങി വർത്താനം പറഞ്ഞോ, അവര് അപ്പൊ നിങ്ങൾ റെസ്പെക്ട് ചെയ്യും. ബിക്കോസ് നിങ്ങൾ ഇത്ര വലുതായിട്ടും അവരെ ലെവലിൽ വന്നില്ല പറഞ്ഞു. നിങ്ങൾ നോക്കോ, നിങ്ങളിപ്പോൾ നെക്സ്റ്റ് ടൈം സെഷൻ ചെയ്ത് കഴിഞ്ഞ് ഒരു കുട്ടി നിങ്ങളെടുത്ത് വരും, നിങ്ങൾ മണങ്ങി നോക്കോ, ആ കണ്ണില് സ്പീക്കർ നിങ്ങൾ കാണും, ദിസ് ഇസ് വോയിസ്. അപ്പൊ റെസ്പെക്ട് നേടേണ്ട കാര്യം നിങ്ങൾ ആദ്യം കൊടുത്ത് കുട്ടികൾ കാണിച്ചത് എങ്ങനെയാ കൊടുക്കണ്ടേ, അത് ഓട്ടോമാറ്റിക് റെസ്പെക്ട് നിങ്ങൾക്ക് ആ കുട്ടികൾക്ക് മനസ്സിലാവും. മാം ആൻസർ ചെയ്തിരിക്കും. അമ്മ ഓക്കെ ഫൈൻ. പിന്നെ വേറെ അല്ല, ഞാൻ ഇപ്പൊ കറക്റ്റ് ഉത്തരവില്ല പറഞ്ഞാലും അതിനൊരു പ്രശ്നം. ഓക്കെ, വേറെ കൊണ്ടോ ബാക്കിൽ ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഹാൻഡ് റൈസ്. യെസ് സർ. എന്റെ ഞാൻ ഏത് സമയമായാലും ബസ്സിൽ കഴിഞ്ഞാൽ അവരോട് പാട്ട് വെച്ചിട്ടുണ്ടോ, വളരെ ഞാൻ ശബ്ദം കുറച്ച് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ഇത് ഞാൻ എപ്പോഴും അതേപോലെ ഉണ്ടായിരുന്നു. ആദ്യം കുറച്ച് ശബ്ദം കുറച്ചിട്ട് പിന്നീട് കൂടി ഞാൻ കുറച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾ മാത്രമേ ഉള്ളൂ പറയുന്നത്, ബാക്കിയുള്ളവർ മുഴുവൻ ഒന്നും വേണ്ടിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് എന്റെ തെറ്റ്, ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ പ്രത്യേക വണ്ടി പിടിച്ചിട്ട് പോകണം. ഇപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, അതിന് എല്ലാവരും ഒന്ന് കൊടുക്കണം. ഓക്കെ, സോ ഇപ്പം സാറ് അച്ഛൻ പോലത്തെ അച്ഛൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇപ്പം നമ്മളൊരു സമൂഹത്തിൽ നടക്കുമ്പോൾ സമൂഹത്തിന് രീതിയുണ്ട്. അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. സമൂഹത്തിൽ നിൽക്കാൻ ആ സമൂഹ രീതി നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ. ഇപ്പം 20 ആൾക്കാർക്ക് ലൗഡ് മ്യൂസിക് വേണം, എന്നിട്ട് എന്താ പറയാ ഒരാൾക്ക് മാത്രം ലൗഡ് മ്യൂസിക് വേണ്ട. അപ്പം അവർക്ക് സന്തോഷമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാനുണ്ടെങ്കിൽ ഒരു കോട്ടൺ ബഡ് ചെവിയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സൗണ്ട് വെച്ചിട്ട്, അല്ലെങ്കിൽ വേറെ ഏതും ഭക്തഗാനം ചെവിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പോവാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് അങ്കിളുടെ കാര്യം. ഞാൻ സമൂഹത്തിന്റെ കാര്യം നെക്സ്റ്റ് പറഞ്ഞുതരാം. മനസ്സിലായി. ഞാൻ പൊളിറ്റിക്സിനെ പറ്റി വർത്തമാനം പറയുന്നില്ല, പക്ഷെ ജനറലി ആദ്യം അച്ഛൻ ഒരു പ്രശ്നം എന്നോട് പറഞ്ഞു. ഞാൻ അച്ഛനോട് പ്രശ്നത്തെ സൊല്യൂഷൻ, നിങ്ങൾക്ക് ശാന്തം വേണ്ടിയിട്ട് ചെവിയിൽ ഒരു വേറെ ഭക്തിഗാനം ഇടുവോ, അല്ലെങ്കിൽ ഒരു ലോ വോളിയത്തില് അല്ലെങ്കിൽ കോട്ടൺ ഇടുക, അല്ലെങ്കിൽ ഇയർ പ്ലഗ് ഇട്ടിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് ആ ബസ്സിൽ ഇവരെല്ലാം വട്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അത് ആദ്യത്തെ കാര്യം. ഇനി ഈ മ്യൂസിക് അല്ല പറഞ്ഞിട്ട് വട്ട് കൂടുതലായി പോയായിരുന്നു. ഓക്കെ, എന്താ പറയാ, ഇപ്പൊ ഞാനൊരു കാര്യം, എല്ലാവരും ഒരു കാര്യം പറയുന്നതാണ്. ഇപ്പൊ ഒരാള് നമ്മളെ പട്ടി വിളിക്കുന്നത്, സിമ്പിൾ, ഒരാള് നമ്മളെ പട്ടി വിളിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും ദേഷ്യം പിടിക്കല്ലോ. എല്ലാവർക്കും ദേഷ്യം പിടിക്കൽ ആരും നിങ്ങളെ പട്ടി വിളിച്ചാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാള് നിങ്ങളെ പട്ടി ചൈനീസിൽ വിളിക്കുന്നത് ദേഷ്യം പിടിക്കുമോ? മനസ്സിലാവൂല. ഇനി നെക്സ്റ്റ് ഒരു വട്ടായ മനുഷ്യൻ നിങ്ങൾ പട്ടി വിളിക്കുന്നത് നിങ്ങൾ ദേഷ്യം പിടിക്കുമോ? വട്ടല്ലേ?
അപ്പൊ ഒരു മനുഷ്യൻ വേറെ മനുഷ്യനെ നോക്കി പട്ടി വിളിക്കുന്നത് ആൾക്ക് പട്ടല്ലേ? മനസ്സിലായി? ഇപ്പം ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഈ സ്റ്റാൻഡ് നോക്കി ഇത് മൈക്കാ, അപ്പൊ ഞാനൊക്കെ നിങ്ങൾ അതിനെ പറ്റി പറയാം വട്ടല്ലേ. അപ്പൊ ഒരു മനുഷ്യൻ വേറെ മനുഷ്യൻ നോക്കിയിട്ട് പട്ടി വിളിക്കാം. നിങ്ങൾ എന്തൊരു ദേഷ്യം പിടിക്കുന്നു? അപ്പൊ നമ്മളൊരു മനസ്സിലുണ്ട്, ഞാൻ ഒരു എന്താ പറയാ മനുഷ്യനാണ്, ഈ മനുഷ്യന്. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? ഒരു നല്ല മനസ്സില്ല ഒരാള്, ആ നല്ല എന്താ പറയാ നോളേജ് ഇല്ല ആൾ എന്നെ പട്ടി വിളിക്കുന്നത്, അത് എനിക്ക് ശരിയില്ല, അതുകൊണ്ട് എനിക്ക് ദേഷ്യം പിടിക്കുന്നത്. ആൾ മാറാൻ നിങ്ങൾ ദേഷ്യം പോകുന്നുണ്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിനു ദേഷ്യം പിടിക്കുന്നത്? അയാളെ വേറെ ഒരു പട്ടി വിളിച്ചിട്ട് അയാളെ ദേഷ്യം നിങ്ങളെ മുകളിൽ കാണിക്കുമ്പോൾ നിങ്ങൾ പോയി തിരിച്ച് പട്ടി വിളിച്ച് നിങ്ങൾ എല്ലാവരും പട്ടിയായി മാറുന്നല്ലേ? അപ്പൊ ഞാൻ അവിടെ പറയും നമ്മൾ മനുഷ്യനാവണം. ആൾ ഇഷ്ടംപോലെ പട്ടികളുണ്ട് ഇങ്ങനെ ഓടി ഓടി കിടക്കുന്നത്. പിന്നെ നിങ്ങൾ പറയല്ല സാർ നിങ്ങളിങ്ങനെ പട്ടിയായിട്ട് പറയുന്നല്ലേ മകനെ, നിങ്ങളിങ്ങനെ പട്ടി. ഞാൻ സിമ്പിൾ കാര്യം, നിങ്ങളൊരു വണ്ടി പോകുമ്പോൾ പട്ടികളെല്ലാം കുറച്ച് പോകുന്നില്ലേ? നിങ്ങളവിടെ വിൻഡോ തോന്നി പട്ടി എന്തിനാണ് എന്നെ കുറച്ചേ പറയുന്നത്? ഇല്ല, ആ പട്ടീനെ കുഴച്ച് വിട്ട് നമ്മളെ വഴിക്ക് അങ്ങോട്ട് പോകുന്നതാണ്. അതേപോലെ ബസ്സിൽ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനത്തെ ഉണ്ടാവും, എനിക്കറിയില്ല, ഞാൻ എല്ലാം പറയുന്നു. പക്ഷെ നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണാൻ തുടങ്ങുമ്പം ആ സത്യം മനസ്സിലാവും. ഇവർക്ക് ആ ഒരു വോള്യൂം, ആ ഒരു സൗണ്ട്, ഈ ലൗഡ് മ്യൂസിക് ആവശ്യമുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ അപ്പുറത്തെ സൈഡിനെ പറ്റി പറയാം. അവർക്ക് എന്തുകൊണ്ട് ഈ ലൗഡ് മ്യൂസിക് വേണം? ഇവർക്ക് എന്തുകൊണ്ടാണ് ശാന്ത മ്യൂസിക്കിൽ കേൾക്കാം? ഒരു മ്യൂസിക് എന്തുകൊണ്ട് ആൾക്കാർക്ക് ലൗഡായിട്ട് കേൾക്കണ്ട? ഒരു മനസ്സിൽ വല്ലാത്ത ചിന്ത വരുമ്പോൾ ഈ ചിന്തയിലൊക്കെ നമുക്ക് എങ്ങനെ ശാന്തം കൊടുക്കാൻ പറ്റും? 5 സെൻസസിൽ 5 ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ ത്രൂ ആണ് നമുക്ക് ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ശരിയല്ല? നമുക്ക് എല്ലാ 5 ഇന്ദ്രിയങ്ങളിൽ ആ ഇന്ദ്രിയങ്ങൾ ത്രൂ ആണ് നമുക്ക് ഈ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? ഭയങ്കര ചിന്ത, ലൗഡ് മ്യൂസിക് ചെവിൽ ബും 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 പറയുമ്പോൾ ഈ ചിന്തക്ക് ഒരു പോസ് കിട്ടും. ആൾക്കാർ ആരെങ്കിലും ഹൊറർ മൂവി കാണുന്നുണ്ട് ഇവിടെ? ഹൊറർ കുറച്ച് ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ടോ? എന്തുകൊണ്ട് ആൾക്കാർ ഹൊറർ മൂവി കാണുന്നത്? എല്ലാവർക്കും പേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഹൊറർ മൂവി എന്തിനു കാണുന്നത്? എൻ്റെ മകൻ എന്നെ വിട്ടിട്ട് വിളിക്കുന്നില്ല, എൻ്റെ മകൻ എന്നെ വിട്ടിട്ട് വിളിക്കുന്നില്ല, എൻ്റെ മകൻ എന്നെ വിട്ടിട്ട് വിളിക്കുന്നില്ല, എൻ്റെ മകനെ വിട്ടിട്ട് മനസ്സ് പോകുന്നതാണ്. അപ്പൊ ഒരു ഹൊറർ വരുമ്പോ ഇത് പോസാവും. അപ്പൊ മനസ്സിനൊരു ശാന്തി. അതേപോലെയാണ് ലൗഡ് മ്യൂസിക്, അതേപോലെയാണ് ഈ ഹൈലി സ്പൈസി അല്ലെങ്കിൽ ഭയങ്കര എരിവുള്ള ഭക്ഷണം. ആ സെൻസസിന് ആ ഹൈ ലെവൽ, എന്താ പറയുക, വലിയ ലെവലിൽ അത് അടിക്കാൻ തുടങ്ങുന്നു. ആ മനസ്സിന് ശാന്തി കിട്ടുന്നു. അപ്പൊ അവരിൽ ഈ ലൗഡ് മ്യൂസിക് കേട്ടിട്ട് ശാന്തം കിട്ടിക്കോട്ടെ മനസ്സിന്. ഞാൻ അതിന് ആ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന് ഹെഡ്ഫോൺ ഇട്ടിട്ട് അല്ലെങ്കിൽ സൗണ്ട് ബാരിയർ ഇട്ടിട്ട് ഞാൻ ബസ്സിൽ ഇരുന്നോട്ട് അവർക്ക് ആ മ്യൂസിക് ശാന്തപ്പെട്ട് അവരും സന്തോഷം, നിങ്ങളും സന്തോഷം, എല്ലാവരും ഡെസ്റ്റിനേഷൻ. അത്ര എനിക്ക് പറയുന്നു. ക്ലിയർ? ഞാൻ വിശ്വസിക്കുന്നത് ഇത് ജീവിതം മുഴുവൻ പോസിറ്റീവാണ്, സകാരാത്മക ആണ്. അത് എന്റെ വിശ്വാസം. നെഗറ്റിവിറ്റി വന്ന സാധനങ്ങളേ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് നെഗറ്റിവിറ്റി കാണിച്ചാലും ഞാൻ അതിന്റെ പോസിറ്റീവ് സൈഡ് കാണിച്ചിട്ട് മനസ്സിലാക്കും. എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു റീസണിന് വേണ്ടിയിട്ട്. ആ റീസൺ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ആൾക്കാർ എന്തിനാന്ന് ഡോ 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 മ്യൂസിക് ഇട്ടിട്ട് ബസ്സിൽ പോകുന്നു. അത് മാത്രമേ ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞ് ഇനി ആൾക്കാർ ലൗഡ് മ്യൂസിക് ആണ്, അതാ കേട്ടോ നിന്റെ മനഃശാന്തിക്കല്ലേ കേൾക്കുന്നത്, കേട്ടോ. അപ്പൊ നിങ്ങളും ഹാപ്പി, അവരും ഹാപ്പി, എല്ലാവരും ഹാപ്പി. ക്ലിയർ സർ? സർ ആൻസർ ചെയ്തില്ല? താങ്ക് യു. വേറെ എന്തുകൊണ്ടോ ഇങ്ങനത്തെ സിമ്പിൾ സാധാരണ ക്വസ്റ്റ്യനും ചോദിക്കാം. പക്ഷെ നിങ്ങൾ വേറെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചില സമയം ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കൂല, വേറെ ആൾക്ക് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളെ മനസ്സിൽ ചോദ്യം ഉണ്ടെങ്കിൽ അത് കൈ റേസ് ചെയ്ത് ചോദിക്കുക. സോ ദാറ്റ് ആൾക്കാരെ ലോക നന്മക്ക് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഏത് ടോപ്പിക്ക് വേണ്ടിയും ചോദിക്കാം. ഇപ്പം ഇത്ര വരെ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാരിറ്റിയിൽ ഉത്തരം തന്നിട്ടില്ല. ആസ് ലോങ് ആസ് ദാറ്റ് ഇസ് ദയർ നിങ്ങൾ ചോദിക്കും. എനിക്ക് സമയമൊന്നും പ്രോബ്ലം ഇല്ല. എപ്പാന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വർത്താനം പറയാൻ കണ്ടിന്യൂസ്ലി. അല്ലെങ്കിൽ ബാക്കിൽ കുറെ യൂത്ത് എല്ലാം കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കം ഫോർവേഡ്,
ആസ്ക്, ക്ലാരിഫൈ ആൻഡ് ഫീൽ ഔട്ട് ഓഫ് ഇറ്റ്. ബിക്കോസ് എൻ്റെ ജോബ് എന്താ, ആ ഉള്ളിലിരിക്കുന്ന ആ ഒരു സങ്കടം, ആ ക്ലാരിറ്റി ആൾക്കാരെല്ലാം നിങ്ങൾ കൺഫ്യൂസ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കും. അപ്പൊ ആ കോംപ്ലിക്കേറ്റ് സിമ്പിൾ ഇപ്പൊ ഈ പുതുതലമുറ അണുകുടുംബമാണല്ലോ. ഇപ്പൊ ഈ തലമുറ അണുകുടുംബമാണല്ലോ. ഫാമിലി ഇനി അത് കൂട്ടുകുടുംബത്തിലേക്ക് ഇനി പോകാൻ സാധ്യതയുള്ളൂ. ഈ അണുകുടുംബം കണ്ടും മട്ടുപോയി. അപ്പൊ Is there any chance to come back? Nuclear family will go back to the ജോയിന്റ് ഫാമിലി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അമ്മേന്റെ ചോദ്യം ഇപ്പൊ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറുന്നതാണ്. നിങ്ങൾ കാണുന്നുണ്ടോ ഫ്യൂച്ചറിൽ ഇത് തിരിച്ച് ജോയിന്റ് ഫാമിലി മാറണം? സിമ്പിൾ കാര്യമാണ് ഈ ജോയിന്റ് ഫാമിലിനെ നിലനിർത്തിക്കാൻ. കുറെ അമ്മമാർക്ക് ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളോട് പുതിയ വീട് എന്തായാലും എടുക്കണം മോനെ പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് ആദ്യം നിർത്തും. റൈറ്റ്? ബിക്കോസ് നിങ്ങൾ ഈ പുതിയ വീട് പറഞ്ഞിട്ട് അത് ആർക്ക് പുതിയ വീട്? ആൾക്കാരെ കാണിക്കാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. പിന്നെ അതേ മകൻ ഈ പുതിയ വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് മാറൂല്ല. അത് വേറെ, ഇതെന്റെ ഭർത്താവിന്റെ വീടാണ്, ഇതെന്റെ അച്ഛന്റെ വീടാണ്, ഇത് വിട്ടിട്ട് എനിക്ക് പോകാനും പറ്റൂല, അത് വേറെ കാര്യം. അപ്പൊ ഈ രണ്ട് കാര്യം വെച്ചിട്ട് ഇത് ആരാണ് ഈ ന്യൂക്ലിയർ ഫാമിലി ഉണ്ടാക്കുന്നത്? ഞാനെന്താ എല്ലാ അമ്മമാരുടെ ഇതിന്റെ പിന്നാലെ നടക്കുന്ന ന്യൂക്ലിയർ ഫാമിലി. സോ നിങ്ങൾ ആ വഴി നോക്കിയിട്ട് മോനെ ഈ ചെറുപ്പത്തന്നെ പറയണോ, ഈ ചെറുപ്പത്തന്നെ ഈ എഞ്ചിനീയർ മോനെ പണിയെടുത്തിട്ട് വീട് മോനെ നമുക്ക് എല്ലാവർക്കും ഒപ്പം നിൽക്കാം, നമുക്ക് എല്ലാവർക്കും ഈ പഴയ വീട്ടിൽ പിന്നെ നീ ഒരു 10 ലക്ഷം ഇട്ടിട്ട് ഇത് നമ്മൾ റിനോവ് ആയിട്ട് നല്ലൊരു വീട്ടിൽ നിൽക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ വേറെ എന്താ പറയണ്ടേ കുട്ടികളോടാ? ഇപ്പത്തെ മെയ്ഡ് നോക്കിയിട്ട് മെയ്ഡെല്ലാം എന്താ പറയാ, അവരെ ഫാമിലിയെ കഷ്ടപ്പാടില്ല. ആ മെയ്ഡ് നിന്റെ കുട്ടീനെ നോക്കുന്നു, ആ കുട്ടി നോക്കുമ്പം അവര് ആ ഒരു എക്സ്ചേഞ്ച് എല്ലാം നമ്മൾ വാല്യൂസ് കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾ എന്റെ കുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാ, ഗീത പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റേ കാര്യങ്ങൾ പഠിപ്പിച്ചു, അതെല്ലാം നമ്മൾ ആ ഒരു വാല്യൂ. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുമ്പോൾ ചെറുപ്പത്തെ നമുക്കെല്ലാം ഒപ്പം നിൽക്കാം, നമ്മളില്ലാണ്ട് പറ്റൂല, നമുക്കെല്ലാം പറ്റൂല, താനെ അല്ല എന്തായാലും അല്ല ഗൾഫ് പോയിട്ട് നീ അവിടെ അതേ വേണ്ടി വരും. സോ ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിർത്താൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ജോയിന്റ് ഫാമിലി ആയിട്ട് തിരിച്ചു വരുവേ പറ്റുള്ളൂ. പിന്നെ വേറെ കാര്യം, ഇപ്പോഴത്തെ കറണ്ട് പെൺകുട്ടികൾക്ക് കുട്ടികളെ കംപ്ലീറ്റ് നോക്കാനും പറ്റൂല. ബിക്കോസ് ദേ ആർ ബിസി, അവര് ഓൺ വേൾഡില് ബിസിയാണ്. പിന്നെ വേറെ ജോയിന്റ് ഫാമിലി, കുറെ അമ്മമാരെ കുട്ടികള് അവരെ ഫോറിനിൽ വിളിക്കുന്നുണ്ട്, നിങ്ങൾ പോകുന്നുണ്ടോ? അത് വേറെ കാര്യം. നിങ്ങൾ പോവാണ്ട് അപ്പം ആരാണ് ഇപ്പൊ ജോയിന്റ് ഫാമിലി പ്രശ്നമാക്കുന്നത്? നമ്മൾ തന്നെ പ്രശ്നമാക്കുന്നു. അപ്പൊ കുട്ടികളെ നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിക്കോ. എനിക്ക് ഈ കണ്ണൂരാണോ ബാംഗ്ലൂരാണോ അബുദാബിയാണോ എല്ലാം ഇവിടെ പ്രാധാന്യം. എൻ്റെ മക്കൾ എവിടെയാണ്, എൻ്റെ കുഞ്ഞു മക്കൾ എവിടെയാണ്, അതാണ് ഇവിടെ പ്രാധാന്യം. നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ജോയിന്റ് ഫാമിലി എപ്പോഴും നിലനിൽക്കും. പക്ഷെ നമ്മൾ തന്നെ സ്വന്തം സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ തന്നെ അവരെ ദൂരെ പോകാൻ പറയുമ്പോൾ, നമ്മൾ തന്നെ വേറെ വീട് എടുക്കാൻ തുടങ്ങുമ്പോൾ ആര് പൈസക്കാരനാവുന്ന? കോൺട്രാക്ടർ പൈസ അടിച്ച് മാറ്റുന്ന മാത്രമേ ഉള്ളൂ. അപ്പം ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയിട്ട് എങ്ങനെ ഞാൻ അവരെ ഒപ്പരം കൊണ്ടുവരുന്നു. പിന്നെ നിങ്ങൾ കുറച്ച് വരെ ഓക്കെ മോന്റെ ഭാര്യ എനിക്ക് പറ്റുന്നില്ല, റൈറ്റ്, അല്ലെങ്കിൽ വൈഫ് ഫിൽസ് ചെയ്തിട്ട് അത് പറ്റുന്നില്ല. പക്ഷെ അത് കല്യാണത്തിന് മുന്നേ നമ്മൾ ജോയിന്റ് ഫാമിലിയാണ്, അത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ കല്യാണത്തിൽ. ഇപ്പൊ എല്ലാ അമ്മമാരും ജോയിന്റ് ഫാമിലി പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ഞാൻ കല്യാണം കഴിക്കാൻ വിടുന്നില്ലും പറഞ്ഞാല് നിങ്ങൾ ബിറ്റ്വീൻ ഒരു പെൺകുട്ടി ആൺകുട്ടിയെ കല്യാണം ജോയിന്റ് ഫാമിലി നിന്നോ. അപ്പൊ ആ ഒരു ചെറുപ്പത്തിൽ നമ്മൾ വാല്യൂസ് കൊടുത്താൽ മാത്രമേ അവരൊരു ഏജില് ആര് തയ്യാറാവുന്നു. ഇപ്പൊ എല്ലാവരും എന്താ പെട്ടെന്നായിട്ടും കുട്ടികൾ പറയാം അവിടെ ജോയിന്റ് ഫാമിലി വാ. അവര് മെന്റലിയെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ടാണ് അവർ വളരുന്നത്. പിന്നെ മാം അമ്മ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ റെസ്പെക്റ്റിനെ പറ്റി. ഇപ്പോ കല്യാണം കഴിക്കുന്ന മുന്നേ അച്ഛൻ അമ്മ ഇപ്പൊ എന്താ ഒരു മകനോട് പറയാം, മകന് നീ നല്ല എഞ്ചിനീയർ ആണ്, നല്ല പെണ്ണ് കിട്ടും. അങ്ങനെ ജനറലി അമ്മമാർ പറയും പെൺകുട്ടിയിൽ മെഡലാണ്, ട്രോഫിയാണ്. അപ്പൊ നമ്മൾ തന്നെ പെൺകുട്ടികളെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുന്നതാണ്. നീ എഞ്ചിനീയർ ആണെങ്കിൽ ഈ പെൺകുട്ടി, നീ ഡോക്ടർ ആണെങ്കിൽ ഈ പെൺകുട്ടി,
ഏതെങ്കിലും അച്ഛനമ്മ പറയുന്നുണ്ട് ഒരു നല്ല ഭർത്താവുക, ഒരു നല്ല മകനാവുക, ഒരു നല്ല നിങ്ങളെ മദർ ഇൻ ലോക്ക് ഒരു നല്ല മകനായിട്ട് മാറുക. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി കുട്ടികൾ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കാൻ തുടങ്ങും. അപ്പൊ സ്വന്തം ഭാര്യ തന്നെ എടാ അവൻ എന്താ പറയാ ഡോക്ടർ പെൺകുട്ടിയാണ്, നീ കല്യാണം കഴിച്ച, അപ്പൊ നിങ്ങൾ എന്താ പറയാ അവിടെയും നിങ്ങളൊരു കോൺട്രാക്ട് ആണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലെ സ്നേഹമല്ല, ഒരു നല്ല ഭാര്യ. ഇപ്പത്തെ അമ്മമാരെ കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവണം. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് കല്യാണം നടക്കാൻ പറ്റും. കല്യാണം എന്താ, നിങ്ങൾ കോംപ്ലിമെന്റ് ചെയ്തിട്ട് നിങ്ങൾ ഡിപെൻഡന്റ് ജീവിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അവിടെ നിങ്ങൾ പെൺകുട്ടിയപ്പം ഇൻഡിപെൻഡന്റ് ആവും. അവിടെ അവന്റെ പൈസ നോക്കി വേണ്ട, നീ നിന്റെ പൈസ ഉണ്ടാക്കുക. അവിടെ പ്രശ്നം ഒരു ഭർത്താവിന് ഭാര്യയുടെ പൈസ ചോദിക്കാം, ഒരു ഭാര്യക്ക് ഭർത്താവിന്റെ പൈസ ചോദിക്കാം. പക്ഷെ അവിടെയും നിങ്ങൾ സ്പ്ലിറ്റ് ഇടുന്നുണ്ടല്ലോ, അത് കോൺട്രാക്ട് ആണ്. നമുക്കറിയില്ല ഫ്യൂച്ചർ എന്താ. ഈ ഒരു ഫിയർ, ഈ ഒരു നമ്മൾ എന്നെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സിസ്റ്റം കുട്ടികളുടെ മനസ്സിൽ ചെറുപ്പം. അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യുമ്പോൾ ജോയിന്റ് ഫാമിലി ദൈവത്തിന് പറഞ്ഞു ജോയിന്റ് ഫാമിലി. അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് എന്താ പ്രാർത്ഥിക്കുന്നത്? എന്റെ മകൻ ഒരു പുതിയ വീട് അവൻ എങ്ങനെ ഉണ്ടാക്കാൻ അനുഗ്രഹിക്കണേ. ഓക്കെ, മകൻ ഫോണാണ്, അത് നിങ്ങൾ ചോദിക്കും. ചോദിക്കുന്ന ഭഗവാനോട് ചോദിക്കുന്നത് നേർവഴിന് ചോദിക്കുന്നത് എന്താ? വീട് വേണോ? മോൻ പോയാലും തിരക്കടില്ല. ആ ലെവലിലാണ് അമ്മമാർ വരെ ദൈവത്തിനോട് വീടിന് ചോദിച്ചു. അമ്മ റിപ്ലൈ ചെയ്താ ജോയിന്റ് ഫാമിലി ഒന്നുകൂടി ഇല്ല. ഓക്കെ ചോദിച്ചു. ആ ഞാനൊരു ഹിന്ദി ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ 6 വർഷമായി ഞാൻ എന്റെ വിഷമം പറയുന്നത്. ആ ബിരിയാണിന്റെ ശരിയായ മറുപടി എന്നെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അപ്പോൾ ഞാനൊരു 10 ഞാനിങ്ങനെ പഠിപ്പിക്കുകയാണല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ബസ് കയറിയ സമയത്ത് ഞാൻ ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. അവിടെ നീക്കം വിട്ട് ഇറങ്ങുന്നത് എന്നെ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ ഒന്നും ഉണ്ടായിട്ടെന്നല്ല ചോദിച്ചത്. നമ്മൾ മനുഷ്യനാവുന്നല്ല, നമ്മൾ മൃഗമോ പക്ഷിയോ അല്ലെങ്കിൽ പൂച്ചയോ നായോ പട്ടിയെന്നല്ല. അതുകൊണ്ട് ചോദിച്ചാൽ നിങ്ങളോട് സംസാരം. അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടികളെ പുതിയ തലമുറ ഈ പുതിയ തലമുറയെ നമ്മൾ എങ്ങനെ നല്ല കുട്ടികളാക്കി എടുക്കാൻ പറ്റും, അതിന് വലിയ വിഷമാക്കി അതാ അത് ശരിയായ. അതൊരു ടീച്ചറായ വക നിങ്ങൾ ചിന്തിക്കുന്ന വഴികൾ 100% ശരിയല്ല. മേ ബി അതുകൊണ്ടായിരിക്കും എന്നെ പോലത്തെ ഓരോരോ ആൾക്കാരെ. യെസ്, ഞാനൊരു കാര്യം പറയാം. കുട്ടികൾ മാറൂലേ അവരെ നമ്മൾ ബ്ലെയിം ചെയ്തിട്ട് നിങ്ങളൊരു സൈഡിൽ ഇട്ടാൽ അവര് വഷളാവാനേ പോകുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആ ഒരു എല്ലാ പ്രശ്നങ്ങളും എന്താ, സമയക്കുറവ്, ഫുൾ സ്റ്റോപ്പ്. വേറെ ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങളൊരു യഥാർത്ഥ അമ്മയാവും. ഈ സീരിയൽ എല്ലാം വിട്ടിട്ട് നിങ്ങൾ ആ സമയം കുട്ടികൾക്ക് കൊടുക്ക്. നിങ്ങൾ ആവശ്യമുള്ള സമയം ആ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. പക്ഷെ ഇതൊന്നും ചെയ്യാണ്ട് എന്റെ കുട്ടി എപ്പോ എന്റെ കൂടെ ഉണ്ടാവും. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ മോളത്തെ ഒരു ഭഗവാൻ പറഞ്ഞൊരു കോൺസെപ്റ്റ്, അതൊരു അക്കൗണ്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം നമ്മളെ കുട്ടികളെ വേറെ ആൾക്കാരെ ഇതന്നെ പറഞ്ഞു. ഇപ്പോഴത്തെ ജനറേഷൻ എന്താ, ആദ്യം മെയ്ഡിന് ഹാൻഡ് ഓവർ ചെയ്യും, അത് കഴിഞ്ഞ് ടീച്ചറിന് ഹാൻഡ് ഓവർ ചെയ്യും, എക്സ്ട്രാ ക്ലാസ് ഹാൻഡ് ഓവർ ചെയ്യും, പിന്നെ കോളേജ് ടീച്ചറിന് ഹാൻഡ് ഓവർ ചെയ്യും, പിന്നെ അവരവരുടെ ഫ്രണ്ട്സിന് ഹാൻഡ് ഓവർ ചെയ്യും. ഹാൻഡ് ഓവർ ചെയ്ത് നിങ്ങൾ ചെറുപ്പത്തിൽ അവർക്ക് പേരൻസിന് ആവശ്യമില്ല, അല്ല അവർക്ക് അച്ഛനമ്മേന് ആവശ്യമുള്ള സമയം നിങ്ങൾ വേറെ ആൾക്ക് അവരെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം നിങ്ങൾ വേറെ ആൾക്ക് ഏൽപ്പിക്കും. അത് ലോകത്തിന്റെ നിയതിയാണ്, അത് മാറാൻ പോകുന്നില്ല. പിന്നെ വേറെ അമ്മ പറഞ്ഞ പോലെ കുട്ടികൾ നന്നാവോ, മോളിന്ന് ഭഗവാൻ അടിക്കേണ്ട സമയം അടിച്ചോളും. അപ്പം അവർ ചോദിക്കും അമ്മ എന്ത് ചെയ്യണം, അപ്പം ജ്ഞാനം കൊടുക്കുക. രാവണന് അടിയടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജ്ഞാനം കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ രാവണായിട്ട് നിൽക്കുമ്പോൾ പോയിട്ട് നേരെ അടിക്കാൻ തുടങ്ങും, അവർ രാവണനെ അടിച്ച് കൊല്ലുകയല്ലോ. അപ്പൊ രാവണന്മാർ നിങ്ങൾ ചെയ്തോ, രാവൺ അടിക്കേണ്ട സമയം അടിച്ചോലും, അടിച്ച് കഴിഞ്ഞിട്ട് ജ്ഞാനം വരുന്ന സമയം ഞാനൊരു ഹിന്ദി ടീച്ചറായിട്ട് ജ്ഞാനം തരാൻ എപ്പം ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? ജീവിത വേറെ നിങ്ങളുടെ സംശയം? എനിത്തിങ് ജനനം മരണം ബിറ്റ്വീൻ ഏത് ക്വസ്റ്റ്യനും ചോദിക്കാം. നിങ്ങൾ അല്ലെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പേഴ്സണലി നിങ്ങൾ ചോദിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാം. അതൊരു മകനായിട്ട് ഞാൻ എപ്പം ഈ ഒരു രീതിയിൽ ആ ഒരു ടോക്ക് ഞാൻ എപ്പം ചെയ്യും. കൊണ്ടോ അല്ല തീർക്കാൻ തീർക്കാം, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാക്കിൽ കുറച്ച് യൂത്ത് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.
അല്ലെ പുതിയ വന്ന ആൾക്കാർ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും വർക്ക് ടു ഡെത്ത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളോ സംശയങ്ങളോ ഡൗട്ടോ, ജീവിതം എങ്ങനെ, ഫ്യൂച്ചർ, കല്യാണം കഴിക്കണോ കഴിക്കണ്ടേ, എന്തിന് കല്യാണം. ഞാൻ ഒരു മാസം മുന്നേ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരിലെ സെഷൻ പോയിട്ട് ഒരു 10 പെൺകുട്ടികൾ എൻ്റെ അടുത്ത് മുമ്പിൽ വന്നിട്ട് സർ എന്തിന് നമ്മൾ കല്യാണം കഴിക്കണം, ഇതാ ക്വസ്റ്റ്യൻ ചോദിച്ചേ. അപ്പൊ ഏതും ഒരു പെൺകുട്ടി നിങ്ങളെ ഒരു പെൺകുട്ടി ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ഈ അമ്മമാർ അച്ഛന്മാർ കല്യാണത്തിന് പറഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടോ, അത് എന്നോട് ഇങ്ങനത്തെ ഒരു ചോദ്യം വരും. ഈ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് കുട്ടികൾ ചോദിക്കും, ഞാൻ ചോദിക്കാം അമ്മ അച്ഛൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രശ്നമാണോ. അപ്പൊ കുട്ടികൾക്ക് ഈ സംശയങ്ങളെല്ലാം ഉണ്ട്, എന്തിന് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ ബാക്കിലത്തെ ആൾക്കാർക്ക് എന്തോ സംശയങ്ങളുണ്ടോ, ഫീൽ ഫ്രീ ടു ആസ്ക്, സോ ദാറ്റ് എനിക്ക് അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാം. ഉണ്ടോ വേറെ എന്തെങ്കിലും? യെസ് സർ. അല്ല, മകൻ വിളിച്ചാൽ മതി സാർ വിളിക്കുന്ന. അപ്പോ നമ്മളിപ്പോ മക്കളുണ്ടാകില്ല, പിന്നീട് ആദ്യം നമ്മൾ കല്യാണം കഴിക്കുക ഭർത്താവ്, പിന്നെ മക്കളുണ്ടായില്ല, പിന്നെ ഭർത്താവിന് കുറയുന്നുണ്ടോ, അതൊന്നും പിന്നെ മക്കൾക്കായി. ഓക്കെ, സോ അച്ഛൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഭർത്താവിന്റെ സ്ഥാനം, പിന്നെ അതിൽ കുട്ടികൾ വന്നിട്ട് ഒരു ഭാര്യ ആറ് സ്ഥാനം, എങ്ങനെയാണ് അതിന്റെ ഡൈനാമിക്സ്, അല്ല എങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടത്. ഇത് എൻ്റെ അഭിപ്രായമാണ്, തെറ്റാവാൻ സാധ്യതയുണ്ട്. കല്യാണത്തിന് മുന്നേ അച്ഛനമ്മ അവരൊക്കെയാണ് ഏറ്റവും അധികം പ്രാധാന്യം. വേറെ ഞാൻ പറഞ്ഞുതരാം, 5 ആൾക്കാർ ആണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൾക്കാർ. അതാദ്യം മനസ്സിലാക്കണം, ആരാണ് 5 ആൾക്കാർ. ആദ്യത്തെ ദൈവം, നിങ്ങൾ ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്നതോ ഇല്ലേ, ഏതോ വാക്കുകൾ ഏതോ പേരിൽ നിങ്ങൾ ആ ദൈവത്തിനെ വിശ്വസിക്കുക. ആദ്യത്തെ പ്രശ്നം, ബിക്കോസ് അവരെ നിങ്ങളുടെ പെർമനന്റ്ലി ഫ്രം ബർത്ത് ടു ഡെത്ത് ദൈവവിശ്വാസിക്ക് ദൈവം മാത്രമേ ഇല്ലും. ആദ്യത്തെ കാര്യം അതാണ് ആദ്യത്തെ റിലേഷൻ. നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ നെക്സ്റ്റ് വരുന്നത് അച്ഛൻ അമ്മ. ആരാണ് നിങ്ങൾ ഈ ലോകത്തില് ദൈവായ രൂപത്തിൽ കൊണ്ടുവരുന്ന ആൾക്കാർ. അത് ആദ്യത്തെ കാര്യം. അപ്പം അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ ഈസ് നിങ്ങൾ ബ്രദർ സിസ്റ്റർ ഉണ്ടോ, അത് പിന്നെ പറയാം. മൂന്നാമത്തെ ഭർത്താവാണ് നിങ്ങൾ ജീവിതം കുറച്ച് കന്നുമ്പോൾ വരുന്ന ആൾക്കാർ. അത് എന്താ നടക്കുന്നത്, നമ്മൾ പറയുന്നില്ല ശിവശക്തി അർദ്ധനാരീശ്വരായിട്ട് നിങ്ങളെ സെയിം ആയിട്ട് ഒരു വരുന്നയാളാണ്. അപ്പൊ അതാണ് നിങ്ങളുടെ മൂന്നാമത്തെ റിലേഷൻ, നിങ്ങൾ ഇമ്പോർട്ടൻറ്റ്. പിന്നെ വരുന്നത് ബ്രദർ സിസ്റ്റേഴ്സും, എന്താ മലയാളത്തില് എന്താ പറയാ സിബ്ലിങ്സ്, എന്താ പറയാ, ഓക്കെ, സഹോദരന്മാർ, സഹോദരിമാർ. പിന്നെ നെക്സ്റ്റ് കുട്ടികൾ, കല്യാണം വരെ ഫുൾ സ്റ്റോപ്പ്. ഈ 5 റിലേഷൻഷിപ്പ് നിങ്ങൾ ഇങ്ങനെ പോയിനാല് ഒരു ടെൻഷൻ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇതിൽ ഞാൻ ഫ്രണ്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഇവിടെ ഞാൻ കസിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അങ്കിൾ ആന്റീനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്തില്ല. ഫ്രം എവറി നിങ്ങൾ എന്ത് കോൺസെപ്റ്റ് നോക്കുമ്പോൾ ഇത് 5 നിങ്ങൾ ഉത്തരം പറയേണ്ട റിലേഷൻഷിപ്പ്. മുകളിൽ പോയി കഴിഞ്ഞാൽ ഉത്തരം ചോദിക്കില്ല, നീ എന്തുകൊണ്ട് ഇത് ചെയ്തിട്ടില്ല. ഈ 5 ആൾക്കാർ, എന്താ, ദൈവം, അച്ഛനമ്മ, എൻ്റെ എന്താ പറയുക ഭർത്താവ്, എൻ്റെ കുട്ടികളിലും ടേംസ് ആൻഡ് കണ്ടീഷൻ. അതിൽ ഇത് കല്യാണം വരെ. അത് കഴിഞ്ഞിട്ട് ബ്രദറും സിസ്റ്ററിനെയും വിടുക, കുട്ടനെയും വിടുക. വൈ? നിങ്ങൾ നോക്കിക്കോ, ഏതെല്ലാം ഭാര്യ ഭർത്താവ് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട്, അല്ല, ഏത് ഭാര്യ അവരെ ബ്രദർ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയും ആ സിസ്റ്റർ, ആ ഒരു സഹോദരി ആ ബ്രദറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും കരഞ്ഞിട്ടേക്കും. ട്രൂ ആണ്, ട്രൂ അല്ലേ? അപ്പം ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് ഇനിയോ ഏച്ചി അനിയപ്പോ, ഓ എന്റെ ബ്രദർ ഇത് കരിയും. അതാ നിങ്ങൾ കുട്ടികൾ പഠിക്കുന്നത്. അത് കണ്ടിട്ട് അതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് വേറെ ആളാണ് കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ അവരെ വിടാൻ പഠിക്കുവാണ്. കുട്ടികളും അതേപോലെ. നമ്മൾ വിടാൻ പറയുന്നത് മനസ്സിന്ന് വിടും. നിങ്ങൾ കാര്യം ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക, പക്ഷെ മനസ്സിൽ വിടാതെ ഇത് നമ്മളെ കൺട്രോൾ അല്ല. ഇപ്പൊ ഇത് വേറെ കൺട്രോൾ മാറിക്കഴിഞ്ഞു. ഇനി ഞാനിപ്പോ ആരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാനൊരു
സമൂഹത്തിന് വേണ്ടി എല്ലാവർക്കും ഒരു ജെൻഡർ ഇത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് സാറിൻ്റെ അടുത്ത എങ്ങനെയാണ് എൻ്റെ അഭിപ്രായത്തിൽ പ്രയോറിറ്റി. കല്യാണം മുന്നേ അച്ഛനമ്മ, പാപ്പ ഭർത്താവ് വരുന്നില്ല. നെക്സ്റ്റ് കല്യാണം കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായമാണ്, ഇത് ആൾക്കാർ എത്ര എഗ്രി അറിയില്ല, ഫസ്റ്റ് പ്രയോറിറ്റി ഇസ് ഓൾവേസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, വൈഫ് ആൻഡ് ഹസ്ബൻഡ്. അത് എന്തുകൊണ്ട് ഏറ്റവും ലോങ്ങസ്റ്റ് ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ ഭഗവാൻ എന്താണ്, അച്ഛനമ്മ 5 കൊല്ലം, എന്താ പറയുക, കുട്ടികള് എന്താ പറയുക ഒരു 3 കൊല്ലം ആക്കാനാണ്. നിങ്ങൾ ഇപ്പൊ നോക്കി വരുമ്പം അച്ഛനമ്മ 20 വയസ്സ് വരെ, ഭർത്താവ് 60-70 വയസ്സ് വരെ, കുട്ടികൾ നിങ്ങൾ നോക്കുന്ന 20 വയസ്സ് വരെ, പിന്നെ അധികം നിങ്ങളെ കൺട്രോളിലല്ല. അപ്പൊ എന്താ അവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, ഏറ്റവും മോസ്റ്റ് നിങ്ങൾ വേണ്ടപ്പെട്ട റിലേഷൻഷിപ്പ് ഒരു ഭർത്താവും ഒരു ഭാര്യയാണ്. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ ജീവിത രീതി വെച്ചിട്ട് ഇതെല്ലാം പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന് എന്താ പറയുക, ജനിച്ച പാടിന്റെ കുട്ടികൾ വേറെ വേലി പോകണം, അല്ലെങ്കിൽ വേറെ ലോകം വിട്ടു പോകണം. ഇപ്പത്തെ നമ്മള് സിംഹത്തിന് പോലെയാണല്ലോ, ജനിച്ച പാടിന് അവരെ വഴിക്ക് പോകണം. അങ്ങനെ എല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഹ്യൂമന്റെ രീതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ പറയുന്നത് ഏത് റിലേഷനിൽ എത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്, ഏറ്റവും അധികം ഞാൻ എവിടെയാണ് ഭഗവാൻ സ്പെൻഡ് ചെയ്ത് തരുന്നത് അവിടെയാണ്. ദാറ്റ് മേക്സ് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് ഒരു ഭർത്താവാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ആദ്യത്തെ ഈ ഭർത്താവും ഇതും ഒരു പവറാണ്, ഇത് രണ്ടായിട്ടല്ല. അപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഭാര്യയും തെറ്റ് ചെയ്യുന്നുണ്ട്, തെറ്റ് ഭാര്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഭർത്താവും തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ മനസ്സിലാക്കാതെ ഞാൻ കല്യാണം കഴിച്ച് ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയുമ്പോൾ ഈ ഞാൻ ഈ ഭാര്യ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അത് കാണുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് റിലേഷൻഷിപ്പ്. ഇപ്പൊ നമ്മളെല്ലാം കേട്ടല്ലോ, മാതാപിതാ ഗുരുദൈവം. കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് ഭാര്യ പിന്നെ മാതാപിതാ ഗുരുദൈവം. അപ്പൊ നമ്മൾ അങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ആ ശിവശക്തി പവർഫുൾ ആവാൻ തുടങ്ങും. ആ ശിവശക്തി പവർഫുൾ ആവുമാണ് ഒരു നല്ല ഭാര്യയും ഭർത്താവാണെങ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് ഒരു അമ്മയും അച്ഛനാവാൻ പറ്റും. ഭർത്താവും ഭാര്യയിൽ നിങ്ങൾ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ അമ്മ അച്ഛനാവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ബിക്കോസ് അത് മാത്രമേ നിങ്ങൾ മരണം വരെ ആ റിലേഷൻഷിപ്പ് ഉണ്ടാകും. ബാക്കിയെല്ലാം സമയമാകുമ്പോൾ വിടാൻ സാധ്യതയുണ്ട്. ഇത് ജെന്വിൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 കാര്യങ്ങളുണ്ട് ഏജ് ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ ഇപ്പൊ സർ തന്നെ ക്ലിയർ ആയിട്ട് ഡെഫിനേഷൻ, ആദ്യം ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതാണ് ഏറ്റവും ഡിവൈൻ റിലേഷൻഷിപ്പ് വിച്ച് ഹാസ് ദ പവർ. അതിന് ശക്തിയുണ്ട്, നിങ്ങളെ ജനറേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ശക്തിയും കൊടുക്കുന്നു. അപ്പൊ അതാണ് ഏറ്റവും ഹയസ്റ്റ് സുപ്രീം. പിന്നെ വരുന്നത് ഏജ് ഡിപ്പെൻഡന്റ്. ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയോറിറ്റി ആദ്യം നിങ്ങൾ കുട്ടിയാണ്, പിന്നെ നിങ്ങൾ അച്ഛനമ്മ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവര് വയസ്സാവാൻ തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങളുടെ ഡ്യൂട്ടി മാറിയിട്ട് അച്ഛനമ്മയിൽ മാറും, പിന്നെ കുട്ടികൾ. അപ്പൊ അതൊരു ഡിപ്പെൻഡന്റ് സിറ്റുവേഷൻ. നിങ്ങൾ ക്ലിയർലി, ബിക്കോസ് നിങ്ങൾ മാറുന്നുണ്ടല്ലോ സിറ്റുവേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയല്ല അതും ഇതും. പിന്നെ ഈ 5 പുറത്തുള്ള ആൾക്കാരുണ്ട്, അവരെ നിങ്ങൾ എപ്പം വേണ്ടി കളയും, എപ്പം മുക്കാൻ ബുക്കാം. അതിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. നിങ്ങൾ ഇത് ലോകം വിട്ട് കഴിഞ്ഞ് ദൈവം അതിനെപ്പറ്റി ചോദിക്കൂല. പിന്നെ വേറെ നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ ആരാ നിങ്ങളെ കൊണ്ടെന്ന് എനിക്ക് അറിയില്ല. പിന്നെ കൊണ്ടെന്ന് വന്ന ആൾക്കാർ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുക, ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ ക്വസ്റ്റ്യനാ ഭഗവാൻ ചോദിക്കുക ഇത് വിട്ട് കഴിഞ്ഞാൽ. അപ്പം പറയാൻ പാടില്ല എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്. അതെല്ലാം ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്ത് നിങ്ങൾ ആ കർമ്മത്തിൽ സന്തോഷമാണോ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഭഗവാൻ ചോദിക്കും. ഭഗവാൻ ഞാൻ സന്തോഷമാണ്. നമ്മളെല്ലാവരും ആൾക്കാർ മാറിയിട്ട് ഞാൻ മാറും വിചാരിച്ചു പറ്റില്ല. നിങ്ങൾ യഥാർത്ഥ ഭർത്താവും ഭാര്യ ഓട്ടോമാറ്റിക് നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പോയിട്ട് ഞാൻ പറയും, ചില അമ്മമാർക്ക് ഈ ഒരു സങ്കടം എപ്പോൾ ഞാൻ കണ്ടിന്. ഞാൻ ഇതെല്ലാം ആൾക്കാർക്ക് വേണ്ടി ചെയ്ത്, ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ചെയ്ത്, അവർ ആ റെക്കഗ്നിഷൻ തരുന്നില്ല, ആ ഒരു അംഗീകാരം തരുന്നില്ല. ഇതെപ്പം സങ്കടം. ഞാനൊരു കാര്യം പറഞ്ഞ, ഒരു അമ്മ അവരെ കർമ്മങ്ങൾ വിച്ച് മീൻസ് അവരെ അമ്മ അച്ഛന് അവരെ ഹസ്ബൻഡ് അമ്മ അച്ഛൻ അവരെ ഹസ്ബൻഡ് അവരെ കുട്ടികളെ 100% നിങ്ങൾ സേവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഹൈലി സുപ്രീംലി ഇരിക്കുന്നതാണ്. അത് മറക്കാനേ പാടില്ല. ബിക്കോസ് ഇഷ്ടംപോലെ സെയിന്റ് ഫാമിലി വിട്ടിട്ട് ഒരു ലെവലിൽ എത്തുന്നുണ്ട്. പക്ഷെ നിങ്ങളെ പോലെ ദൈവത്തിന് നിങ്ങൾ വലിയ വലിയ ലെവലിലാണ് എത്തുന്നത്. അത് നിങ്ങൾ
ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ആ അമ്മേന്റെ യഥാർത്ഥ പവർ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ? വേറെ എന്തുകൊണ്ടോ അടുത്തത് ഈ മരണാനന്തര ശസ്ത്രക്രിയ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അത് ഞാൻ മരണാനന്തരം ചെയ്യുക ചിലർ 12-ാമത്തെ ദിവസം ചെയ്യുന്നുണ്ട്, ചിലർ 16-ാമത്തെ ദിവസം ചെയ്യുന്നുണ്ട്, ചിലർ 20 ദിവസം ചെയ്യുന്നുണ്ട്, ചിലർ പറയുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇരിക്കാൻ പാടുള്ളൂ. സി നിങ്ങൾക്ക് ഇത് കുറച്ച് പരീക്ഷണ ടോപ്പിക്കാണ്. പക്ഷേ സി ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറഞ്ഞു, ഇത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം. റൈറ്റ്? ഒരു കാര്യം പേർച്ച് ചെയ്യുന്നത്, അതാണ് ഒരു കാര്യം. സംശയം ഉണ്ടെങ്കിൽ സ്വന്തം അതിനെ പറ്റിയിട്ട് തേടി അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് സാറ്റിസ്ഫൈഡ് മാത്രമേ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണ അറിവുകൾ കിട്ടാൻ പോകുന്നു. നമ്മൾ കുറെ കാര്യങ്ങൾ അവരിത് പറയുന്നത്, ഇവരത് പറയുന്നത്, അപ്പൊ ഏതാ ശരി, ഞാൻ ചെയ്യുന്ന തെറ്റോ, നിങ്ങൾ ഏത് കർമ്മം പ്യോർ ഹാർട്ടഡ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം കേൾക്കുന്നു. അത് അതിന്റെ കാര്യം. രണ്ടാമത്തെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഇയാൾ ഇത് പറഞ്ഞ്, ഇയാൾ അത് പറഞ്ഞ്, ഇയാൾ അധികം കൺഫ്യൂഷൻ ഉണ്ട്, ആവറേജ് എടുക്കുക. പക്ഷെ നിങ്ങൾ പ്യോർ ഹാർട്ട്, ദൈവം സമയം, യെസ്, ഓരോരോ ചിട്ടകൾ, ഓരോ അതിന് സമയം രീതികളുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളെ ഹാർട്ട് പ്യോർ ആണ്. അത് പ്യോർ ആണെങ്കിൽ സമയം പ്രശ്നമില്ല, ദിവസങ്ങൾ പ്രശ്നമില്ല, അല്ലെങ്കിൽ അതൊന്നും പ്രശ്നമില്ല. ബിക്കോസ് നിങ്ങൾക്ക് ആ ലിമിറ്റഡ് അറിവ് ദൈവത്തിന് അറിയാലോ, എനിക്ക് ഇത്തിരി അറിവില്ല. ആ അറിവിൽ ഞാൻ കണ്ണു കൂട്ടിയിട്ട് ദൈവത്തിന് നമസ്കരിച്ചിട്ട് ആ ധ്യാനം ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പൂർണ്ണ നിങ്ങൾ ആ കാര്യങ്ങൾ അവിടെ കിട്ടിക്കും. ക്ലിയർ? വേറെ എന്തുകൊണ്ടോ അപ്പൊ ഈ ദിവസം എനിക്കപ്പം ചില ആൾക്കാർ എന്താ പറയാ, ഈ സ്പെഷ്യൽ ദിവസം, സ്പെഷ്യൽ ടൈം, യെസ്, എല്ലാത്തിനും ആ ഒരു പവർ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കറക്റ്റ് നിങ്ങളെ പറ്റിയ സമയത്തിന് അത് ചെയ്യുക, ആ ദൈവം നോക്കിക്കോളും. ആ വിശ്വാസത്തിൽ ചെയ്യുമ്പം അവിടെ ദൈവം, ബിക്കോസ് ദൈവം പറഞ്ഞൊരു ഇതെല്ലാം എൻ്റെ ലിമിറ്റഡ് തെറ്റില്ലെങ്കിൽ എന്നെ മാപ്പാടുക്കണം. പക്ഷെ ഇതെല്ലാം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അത് ദൈവം പറഞ്ഞൊരു കോൺസെപ്റ്റ് ഹൈലി സുപ്രീം. കൃഷ്ണൻ പറയുന്നില്ല ഞാൻ എല്ലാത്തിലുണ്ട്, ഞാൻ ഒന്നിലുമില്ല, ഞാൻ ഈ സമയത്തിലുണ്ട്, ഞാൻ മോശ സമയത്തിലുണ്ട്, ഞാൻ എവിടെയുണ്ട് അവിടെയുണ്ട്. അപ്പൊ നിങ്ങൾ ആ സമയത്ത് യഥാർത്ഥ പ്യോർ ഹാർട്ടിൽ ഉണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ എപ്പോഴും ഉണ്ട്. അപ്പൊ ആ സമയത്ത് ചെയ്യും ഭഗവാൻ അവിടെ നോക്കിക്കോളും. അതെന്റെ വിശ്വാസം. പിന്നെ നമ്മൾ പേടിച്ച് ചെയ്യാൻ പാടില്ല, അത് മാത്രം എൻ്റെ ഒരു പേടിക്കുമ്പം അവിടെ ദൈവമല്ല, രാക്ഷസം വന്നിട്ടാണ് നിങ്ങളോട് നിന്നിട്ട് ആ പൂജ ചെയ്യുന്നത്. ആ വിശ്വാസം, ആ ഭക്തി, ബാക്കി എല്ലാത്തിനും ടേക്ക് ഓവർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ്, സംശയങ്ങൾ? യെസ് സർ, യെസ്, യെസ് മാം. സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ജോലിയിടാൻ വേണ്ടി അപ്പോൾ ചെറിയ കാര്യം ചെയ്താൽപ്പോഴും നമ്മുടെ വീട്ടിലത്തെ ഇരയായിരിക്കും. അത് വലിയ വളരെ സമയത്ത് അമ്മേന്റെ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഇസ് എന്താ പറയാ, ഈ ആൾക്കാർ എന്തിനാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഓരോരോ ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ഈ മൂക്ക് ഇടലല്ല, ഇത് പറയാം. ഓക്കെ, ഈ മൂക്ക് ഇട്ടിട്ട് ഓരോരോ കാര്യങ്ങൾ. അമ്മ സിമ്പിൾ കാര്യം പറയാം, ആൾക്കാർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അറിയാം, ആ ഇഷ്ടം പോലെ സമയമുള്ള ആൾക്കാർക്ക് അറിയില്ല എന്താ ചെയ്യുന്നത്. ഇഷ്ടം പോലെ TV സീരിയൽ കണ്ടു കഴിഞ്ഞിട്ട് ബോറടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് റിയൽ ലൈഫിൽ TV സീരീസ് കാണണം, സീരിയൽ. അതുകൊണ്ട് എന്താ വന്നിട്ട് ചോദിക്കും എന്ത് പറ്റി. അതായത് കുട്ടികളോട് പറയാം, കുട്ടികളെല്ലാം ഞാനിപ്പം പറയും, അങ്കിൾ ആൻഡ് ആന്റി ഓഫ് ദ വേൾഡ് ഉണ്ട് ഇവിടെ. ഇഷ്ടംപോലെ ഫ്രീ അഡ്വൈസ്, സീരിയലെല്ലാം കണ്ടിട്ട് ഇഷ്ടംപോലെ ജ്ഞാനം, സീരിയലിലെ ജ്ഞാനം ഉണ്ട്. അപ്പൊ അവര് TV കണ്ട് ബോറടിച്ച് കഴിഞ്ഞിട്ട് റിയൽ ലൈഫിൽ കാണാം. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരും. ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ കുട്ടികളുടെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ 90% മാർക്സ് കിട്ടി. അപ്പം ഈ ഫ്രീ ആന്റി വരും, അതെന്ത് പറ്റി 90 ഇങ്ങനെ കിട്ടി, കോപ്പി അടിച്ചിട്ടാണോ അങ്ങനെ ചോദിക്കും. ആ കുട്ടി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഈ 90% കിട്ടിയത്. അത് പറയില്ല,
ഷുവർ നീ കോപ്പി അടിച്ചിട്ട് ബിക്കോസ് ബാക്കി ആരും കിട്ടി, നിനക്ക് മാത്രം ഇങ്ങനെ കിട്ടി, പേപ്പർ കിട്ടിയാ മുന്നേ ടീച്ചറിന്റെ അടുത്ത് ട്യൂഷൻ ടീച്ചർ തന്നിട്ടുണ്ടോ? അപ്പൊ മാം അമ്മ അവർക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈം ഉണ്ട് ഇത് ചെയ്യാൻ, അപ്പൊ അവർ ചെയ്തുകൊണ്ട് നിൽക്കും. വേറെ കാര്യമില്ല, നിങ്ങൾ 60 മാർക്സ് ആ കുട്ടിയെ കിട്ടി വിചാരിച്ചോ, അവരിനി മൂക്കിടാൻ വരും. എന്ത് വ്യക്തി 60 മാർക്സ് വേറെ ചെക്കൻ കൂടിയായിട്ട് ഒന്ന് വർത്താൻ കൂടുതൽ നടക്കുന്നുണ്ടോ? അതെ, അല്ലെങ്കിൽ അവർക്കൊരു മസാലകൾ വർത്താനം പറയാം. ബിക്കോസ് എന്താ 2-3 ആൾക്കാർ കുറച്ച് അങ്ങോട്ട് പറയും, നിങ്ങൾക്കറിയോ ഇത് നടന്നിന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ 5 ആൾക്കാർ പറഞ്ഞിട്ടില്ല, ദൈവം, അമ്മ, അച്ഛൻ, കുട്ടികൾ, അവര് നമ്മൾ ഈ ആൾക്കാരിൽ ഗാർഡ് ചെയ്യാൻ പറ്റും. ഗാർഡ് ചെയ്യുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യും. മോനെ ആണ്ടി ഇങ്ങനെ വരും, നീ തയ്യാറായിക്കോ, അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്കാർ ഇങ്ങനെ വരും, നീ തയ്യാറായിക്കോ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാം, നീ ഇങ്ങനത്തെ ഉത്തരം പറഞ്ഞാൽ നമ്മളെല്ലാം സേഫ് ആണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ നടക്കുന്നത്, അവർ തയ്യാറ്. അല്ലെങ്കിൽ എന്താ സ്ലിപ്പായിട്ട് അവർ അമ്മ ഇങ്ങനെ പറഞ്ഞു അത് മതി അവർക്ക്, പിന്നെ ഒരു മസാലയാക്കും. അപ്പം 5 ആൾക്കാരുടെ പുറത്ത് അധികം ഇൻഫർമേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവര് വരുമ്പോ നമസ്കാരം എന്നിട്ട് വിഷയം സുഖം അല്ല, അവിടുത്തെ കാര്യങ്ങൾ എല്ലാം സുഖമായി പോകുന്നുണ്ട്. അപ്പൊ അല്ല, പിന്നെ ഇവിടെ നിങ്ങളുടെ കുട്ടികളുടെ മാർക്സ് അവനെങ്ങനെ പഠിച്ച് ജീവിച്ചു പോകുന്നു. അപ്പൊ എല്ലാം ലോ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചില ആൾക്കാർ ഞാൻ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട് അത് ചെയ്യും, അവരവർ മസാല. അപ്പൊ എന്തും ഒരു തെറ്റ് വന്നാൽ അവർ നിങ്ങൾ പിന്നാലെ എന്ത് പറ്റി കുറെ ആയാലും ഇങ്ങനെ തട്ടോ നിങ്ങൾ പറയും. അപ്പം അവരെന്തിനു വരുന്നത്? വേറെ നമ്മളുള്ളിൽ ഇങ്ങനത്തെ ആൾക്കാരെ ഇറിറ്റേഷനും ഉണ്ട്. സി, ദൈവത്തിന് നേരിട്ട് വന്നിട്ട് നിങ്ങളെ പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റൂല. ദൈവത്തിന് ആൾക്കാർ അയച്ചിട്ട് മാത്രമേ നിങ്ങളെ പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റൂ. അപ്പൊ എന്താ അവിടെ നടക്കുന്നത്? ഇവരെന്തിനു വരുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ആ ഇറിറ്റേഷൻ ഉണ്ട്. അപ്പൊ ആദ്യം ഇറിറ്റേഷന് മുകളിൽ പോയിട്ട് മാത്രമേ ഇവർ നിർത്തലുള്ളൂ. ആ മുകളിൽ എങ്ങനാ? ഇങ്ങനത്തെ ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. എന്നെ പോലത്തെ കുറെ ആൾക്കാർ ഇങ്ങനെ ലോകത്തിലില്ല. ഇപ്പൊ ചില ആൾക്ക് പറയും എല്ലാവരും കള്ളത്തരം പറയും, ഞാൻ സത്യസന്ധത പറയുന്നത്, അവരെന്തിന് കള്ളത്തരം പറയുന്നത്? അവരങ്ങനെ ഉണ്ടാക്കിയ ആൾക്കാരാ. നിങ്ങൾ എന്താ ചോദിക്കുന്ന അറിയാം, രാവൺ എന്തിനാ രാവൺ? ഞാൻ രാമൻ പോയി ചോദിച്ചാൽ രാവണന്റെ എനിക്ക് ഭയങ്കര ഈ രാവണന്റെ എപ്പോൾ വന്ന് പ്രശ്നമാക്കുന്നത്, എന്തിന് സീതനെ എടുത്ത് പോയി? ആ ചോദ്യം രാവൺ പണിയെ ചെയ്യും. നിങ്ങൾ നന്നായോ ആ രാവണൻ നിങ്ങൾ എടുത്ത് വരൂല. നിങ്ങൾക്ക് ആ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അവർ കുത്തി വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്ത് മാറ് എന്നെ മാപ്പാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ എന്താ, നിങ്ങളിത് ഇറിറ്റേറ്റ് ആയി കുറച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം നിങ്ങൾ വരാൻ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ പോയിട്ട് കുത്താൻ തുടങ്ങും വേറെ നോക്കി, നിന്റെ കഥ എന്തായി, ആ കഥ എന്തായി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേറെ ആൾക്കാരെ കഥ കേട്ടിട്ട് നമുക്ക് ഒരു സന്തോഷം കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഇന്ന് ഓൺവേർഡ്സ് ഞാൻ എൻ്റെ കുട്ടികൾ, എൻ്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ ചോദിക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കി, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ആരും അവരെ ഫാമിലി കാര്യം പറഞ്ഞാൽ അവിടുത്തെ അവരെന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നത്, അല്ല അവിടെ ആരെങ്കിലും ചോദിക്കോ, അമ്മ സുഖം തന്നെയാണോ, അച്ഛ ഓഫീസിലെ പണിയെല്ലാം ശരിക്കും പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ മകനെ എന്ത് കോളേജിൽ എങ്ങനെ നടക്കുന്നുണ്ട്, ഏതോ എന്താ പറയുക പ്രശ്നം ഏതോ ടീച്ചർ റോങ്, ഈ ഡിസ്കഷൻ എല്ലാം. അവൻ ആ ഒരു ബിൽഡിംഗ് എടുത്തിട്ട് നീ കൊടുക്കണോ, അല്ല അവനൊരു കാറുണ്ട് നീ അവർക്ക്. അപ്പൊ നമ്മളെ ജനറൽ ഡിസ്കഷൻ എന്നെ വേറെ ആളുടെ ഡിസ്കഷൻ ആവുമ്പോൾ നമ്മൾ തന്നെ വേറെ ആളെ മൂക്കിടുന്നതിൽ അൺനെസസറി. അപ്പൊ ആദ്യം സ്വയം നമ്മളെ കാര്യം നമ്മൾ ഈ 5 കാര്യം നോക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ആൾക്കാർക്ക് അങ്ങോട്ട് വരാൻ പറ്റും. റൈറ്റ്? അപ്പൊ നമ്മൾ എന്താ, വേറെ ആൾക്കാർ റിമോട്ട് കൺട്രോൾ ആവുമ്പോൾ അവർ റിമോട്ട് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിച്ച് പോകും. അപ്പം പറയും അവർ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ പണി കഴിയും, ഈ 5 നിങ്ങൾ വരുന്നില്ല, താങ്ക് യു. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയും, ഒരു പുതിയ അവർക്ക് ഇനി എനർജി കിട്ടുന്നില്ല. സി, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ ഒരു ഗ്രേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാർ വരും നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കാൻ ഇതെടുത്ത് കൊണ്ടുപോയാൽ. അപ്പൊ നിങ്ങൾ എപ്പെല്ലാം ഇങ്ങനത്തെ ആൾക്കാർ മൂക്കിടണം. ഇവരെന്ത് മൂക്കിടുന്നത്? നിങ്ങളെ ദീപാദിനെ അങ്ങോട്ട് കൂടി അവർ സന്തോഷമായിട്ട് പോകും. നിങ്ങൾ നോക്കിക്കോ, ആരെല്ലാം നിങ്ങളെ ജീവിതം മൂക്കിടുന്ന അവരെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലേ? അത് നിങ്ങളെ ദൈവാദിനം വെച്ചിട്ടാണ് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അപ്പൊ ഒരിക്കലും നിർത്ത്. അപ്പൊ ദൈവാദിനം നിങ്ങൾക്ക് വേണ്ടി ഉത്തരം വേറെ എന്തുകൊണ്ടോ ഈ സൈഡിൽ ആർക്കും വലിയ ക്വസ്റ്റ്യൻസ് എന്തും ചോദിക്കാം. ഒരു മകനായിട്ട് കാണുമോ, അല്ലെങ്കിൽ ഒരു അനിയനായിട്ട് കാണുമോ, അല്ലെങ്കിൽ എൽഡറാണെങ്കിൽ ഏട്ടനായിട്ട് കാണുമോ, ആ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുക. യെസ് സർ.
ഇപ്പോഴത്തെ കാലത്ത് ചില ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും മയക്കുമരുന്നിനോടുള്ള ആകർഷണം കൂടുന്നുണ്ട്. അതെങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റും? ഓക്കെ, ഇപ്പൊ സാർ ഇപ്പം ചോദിക്കുന്നത് ഡ്രഗ്സിനെ പറ്റിയിട്ടും ഈ മയക്കുമരുന്നിനെ പറ്റിയിട്ടും എന്തുകൊണ്ട് കുട്ടികൾ അഡിക്റ്റഡ് ആവുന്ന, എങ്ങനെ കുട്ടികളെ രക്ഷിക്കണം, എങ്ങനെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണം. ഫസ്റ്റ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ എൻ്റെ കുട്ടിക്ക് ആദ്യം മയക്കുമരുന്നിനെ പറ്റിയ അറിവ് കിട്ടുന്നു. അതാണ് ആദ്യത്തെ കാര്യം. ബിക്കോസ് അറിഞ്ഞ കാര്യം കുട്ടികൾ ചെയ്യുമല്ലോ, അറിയാത്ത കാര്യം കുട്ടികൾ ചെയ്യും. അപ്പം ഏത് മോശക്കാര്യം നമ്മൾ വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അതിനൊരു അറിവ് കൊടുക്കും. ഇപ്പൊ മനസ്സ് ഒരു പുതിയ കാര്യം ചിന്തിക്കൂല, മനസ്സ് ഓൾറെഡി അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ. അപ്പൊ നമ്മൾ ആദ്യത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എങ്ങനെ ഇത് കിട്ടും. ജനറലി ഞാൻ നോക്കി വരുമ്പോൾ സിനിമയിൽ കിട്ടും. ഈ മയക്കുമരുന്നിന്റെ കോൺസെപ്റ്റ്, ആൽക്കഹോളിന്റെ കോൺസെപ്റ്റ്, സ്മോക്കിങ്ങിന്റെ കോൺസെപ്റ്റ്, കില്ലിങ്, എന്ത് നിങ്ങൾ വിചാരിക്കും എന്റെ മൂവിയിൽ നിന്നാണ്. അപ്പം ഈ മൂവിയിൽ കാണണം നിങ്ങൾ ആ സമയത്ത് ആ ചെറിയ, ഇപ്പോ 5 വയസ്സ് കുട്ടികൾ വരെ കാണുന്ന മയക്കുമരുന്നിനെ പറ്റി. അപ്പൊ ഈ 5 വയസ്സിന് ഒന്നും അറിയാത്തൊരു കുട്ടി 5 വയസ്സിൽ മയക്കുമരുന്ന് കാണുമ്പോൾ അത് കണ്ടിട്ട് കുട്ടികൾ വിചാരിക്കും അത് ഓക്കെയാണ്. സെലിബ്രിറ്റീസ് കഴിക്കുന്നുണ്ട്, മൂവിയിൽ കാണുന്നുണ്ട്, സിനിമയിൽ കാണുന്ന എപ്പോൾ ഒരു സാധനം കേൾക്കേണ്ടത് എന്ത് നെഗറ്റീവ് കാര്യം നിങ്ങൾ കണ്ടോണ്ട് നിന്നാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അത് വിചാരിക്കും അത് കറക്റ്റ് ആണ്. അതാണ് ഈ നെഗറ്റീവ് എനർജിയോ അല്ലെ നെഗറ്റീവ് കോൺസെപ്റ്റിന്റെ പ്രോബ്ലം. എന്ത് നെഗറ്റീവ് കോൺസെപ്റ്റ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സത്യമായിട്ട് നിങ്ങൾ വിചാരിക്കാൻ തുടങ്ങും. അപ്പം ഡ്രഗ്സ്, ഇപ്പൊ ഞാനൊരു കുട്ടി റേപ്പായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ആ കുട്ടി എന്നോട് വർത്താനം പറഞ്ഞു. കുറെ ഞാൻ ഓൾമോസ്റ്റ് ഒരു കൊല്ലം വർത്താനം പറഞ്ഞു. അവള് ബെഡിൽ കിടക്കുമ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് കൊടുക്കുന്ന ഡ്രഗ്സ് എടുക്കും. ഡ്രഗ്സ് എടുത്താൽ ഈ പാസ്റ്റ് എല്ലാം നിങ്ങൾ മറന്നു. ലക്കിലി ആ പെൺകുട്ടി എന്നോട് വർത്താനം പറഞ്ഞിട്ട് ഇതൊന്നും കേറാൻ പാടില്ല അവരാണ്. സോ ഈ ഡ്രഗ്സ് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആ കുട്ടിയുടെ ഒരു സെൻസിറ്റീവ് ടൈമിലാണ് കയറി വരുന്നത്. ആ സെൻസിറ്റീവ് ടൈമിൽ അച്ഛൻ അമ്മ ആ കുട്ടിക്ക് ഇല്ലെങ്കിൽ ആ കുട്ടി ഫ്രണ്ട്സിനെ വിശ്വസിക്കുന്നു. ആ ഫ്രണ്ട്സ് നല്ലതാണോ മോശമാണോ നിങ്ങൾ കൺട്രോളിലല്ല. മോശമാണെങ്കിൽ ഡ്രഗ്സ് വന്നേ പറ്റും, നല്ല ആണെങ്കിൽ ആ കുട്ടി അവരെ രക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയോ നിങ്ങളുടെ കുട്ടിയുടെ ഫ്രണ്ട്സ് ആരാണ്? കുറെ ആൾക്കാർക്ക് അറിയില്ല ആരാ എൻ്റെ ഫ്രണ്ട്സ്. നിങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നു ഡൈനിങ് ടേബിളിൽ, മോനെ നിന്റെ എത്ര ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ പേരെന്താ, അവനെന്ത് ചെയ്യുന്നു, അവൻ അച്ഛൻ എന്ത് ചെയ്യുന്നു, അറിയോ? നിങ്ങൾക്ക് അറിയില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് കുട്ടികൾക്ക് ആ ഡ്രഗ്സ് ആണല്ലോ ട്രൈ ചെയ്യുക അല്ല. നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എപ്പോഴും ഗാർഡായിട്ട് നിൽക്കണം. എൻ്റെ കുട്ടികൾ ആരോട് വർത്താനം പറയുന്നത്, ആരാണ് അവൻ്റെ ഫ്രണ്ട്സ്, അവൻ്റെ അച്ഛൻ ആരാണ്, അവരുടെ കോണ്ടാക്ട്സ് ആരാണ്. നമ്മൾ ഓപ്പൺ അല്ലേ എങ്കിൽ അവർ വേറെ. പിന്നെ ഞാൻ സാർ വേറെ കാര്യം പറഞ്ഞതാണ്, കുറെ കുട്ടികൾ എനിക്ക് അറിയുന്ന കുറെ പെൺകുട്ടികളുണ്ട് അച്ഛനോട് വർത്താനം പറയും പേടിക്കുന്നത്. ഇപ്പൊ ഞാൻ സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. എനിക്ക് അറിയുന്ന ഒരു പെൺകുട്ടി എന്താ നടക്കുന്നത്, കോളേജിൽ പുതിയായിട്ട് ജോയിൻ ചെയ്ത കുട്ടി ഒരു ചെക്കൻ വന്നിട്ട് ബ്ലേഡ് എടുത്തിട്ട് കയ്യിന്റെ മുമ്പിൽ പറയും ഞാൻ കട്ട് ചെയ്യും, നീ എന്നെ ലവ്ലി യെസ് പറഞ്ഞു. ആ കുട്ടി ഫുൾ ഒരു കൊല്ലം വരച്ചിട്ട് ടോപ്പ് കുട്ടി ഫെയിൽ ചെയ്യുന്ന പോകും. അപ്പൊ ആ കുട്ടി എന്നോട് വർത്താനം പറഞ്ഞു. പിന്നെ ഞാൻ വെച്ചാൽ അമ്മക്കറിയും, അമ്മക്കും പേടി അച്ഛനോട് പറഞ്ഞു. റൈറ്റ്, ഞാൻ അമ്മയും കുട്ടിയോട് വർത്താനം പറഞ്ഞ് മനസ്സിലാക്കി അവർ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ കംപ്ലൈന്റ് ആ കുട്ടീനെ കോളേജിൽ പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ ഒരു നെഗറ്റീവ് പെൺകുട്ടി ആ എക്സ്പീരിയൻസ് വന്നിട്ട് ഒന്നും ചെയ്യാൻ അറിയില്ല, എന്ത് ചെയ്യണം, ആ കുട്ടി എപ്പോ കയ്യിൽ മുറിക്കും അറിയില്ല. അതെല്ലാം ചിന്ത വെച്ചിട്ട് ഞാൻ പോയി ഒന്ന് ഡ്രഗ്സ് എടുക്കുമ്പോൾ ഇതൊന്നും അവൾ എടുത്തു പോകും. ആ ഒരു സെൻസിറ്റീവ് സിറ്റുവേഷനിലാണ് ഈ ഡ്രഗ്സ് വന്ന് കയറി ചെല്ലുന്നത്. പിന്നെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങളിപ്പോ റോങ് ഫ്രണ്ട്സ് ഉണ്ട്. ഞാനിപ്പം പറയും 5 കള്ള് കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഒരു കൊല്ലം സ്പെൻഡ് ചെയ്താൽ നിങ്ങളും കള്ള് കുടിക്കും. സോ നിങ്ങൾക്ക് അറിയണം ആരാണ് എന്റെ കുട്ടിയുടെ വർത്താനം പറയുന്നത് അല്ലെങ്കിൽ. പക്ഷെ പിന്നെ എന്ത് കാണുന്നവര് ഇപ്പൊ യൂട്യൂബ്, നിങ്ങളെല്ലാം യൂട്യൂബ് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ TV കണ്ട പോലെ, സിനിമ ഇങ്ങനെ നടക്കുന്ന പോലെ നിങ്ങൾ അങ്ങനെ ജനറലി കാണും. അവരെന്ത് കാണുന്നു, ഏജിന്റെ ലിമിറ്റ് ആണോ? എല്ലാ സിനിമക്കും നിങ്ങൾ നോക്കുക, എല്ലാ സിനിമക്കും ഒരു ഏജ് റേറ്റിംഗ് ഉണ്ട്. നിങ്ങൾ നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഡ്രഗ്സ് കാണുന്നത്, കള്ള് കാണുന്നത് 5-ാം വയസ്സ് കുട്ടികൾ വരെ ഡ്രഗ്സ്, കള്ള്, കൊല്ല്, റേപ്പ്, ഹറാസ്മെന്റ് കണ്ടിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ വളരുന്നത്. അവരെത്രയാണ് രാവണ്ണ കാണുന്നത്
അവർ വിചാരിക്കും രാവണാണ് രാവണൻ. അപ്പൊ നിങ്ങൾ എപ്പോഴെല്ലാം രാവൺ മുമ്പിൽ വരുന്നത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് രാവണാണ്, ഇത് രാവണല്ല. ആ കുട്ടികൾ രാവണ ക്ലിയർ വേറെയുണ്ടോ? അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ എപ്പോഴും സിമ്പിൾ ആയിട്ട് ഒരു എന്താ പറയുക 2 കാര്യങ്ങളെ ജനറലി പറയുന്നത് കൺക്ലൂഡ് ചെയ്യാൻ. അത് എന്താ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഇപ്പം ഒരു കണ്ണുനീര് നമ്മളെ കണ്ണിന് വീഴുന്നുണ്ടെങ്കിൽ ആ കണ്ണുനീര് ഭഗവാന്റെ ഒരു മെസ്സേജ് ആണ്. നമുക്കെന്തോ നമ്മൾക്ക് കറക്റ്റ് ചെയ്യാൻ, അല്ല നമ്മൾ എന്തോ കറക്റ്റ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഭഗവാൻ നമ്മൾ അടിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഓരോ പേര് ഓരോരോ ആൾക്കാരായിട്ട് അടിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. ദൈവത്തിന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമല്ല, ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. എങ്ങനെയും നിങ്ങൾ നന്നാവും, എങ്ങനെ നിങ്ങൾ മാറിയിടാണ്ട് എന്നാൽ മാത്രമേ എനിക്ക് നോക്കോട്ടെ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ആൾക്കാരിൽ എന്താ ഭഗവാൻ അവരെ മാറ്റി ഇവനെ മാറ്റി എന്നാൽ ഞാൻ മാറാം. അങ്ങനെ ഭഗവാൻ ഞാനിട്ട് എന്താ ചെയ്യുന്നത്, എനിക്ക് നിങ്ങളോടുള്ള വർത്താനം പറയുള്ളൂ, അവരുടെ വർത്താനം പറഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴാണ് വിചാരിക്കുന്നത് നമുക്ക് മാറണം, താനെ ദൈവം നമുക്ക് തരും. രണ്ടാമത്തെ കാര്യം എന്താ, ഞാൻ ഇത് തമാശയൊക്കെ പറയുന്നത്, എല്ലാ കേളി ഹെയർ സ്ട്രെയിറ്റ് ഹെയർ വേണം, എല്ലാ സ്ട്രെയിറ്റ് ഹെയറിന് കേളി ഹെയർ വേണം. കറുത്ത ആൾക്ക് വെളുത്താവണം, വെളുത്ത ആൾക്ക് കറുപ്പാവണം, തടിയിലെ ആൾക്ക് മെലിയാവണം, മെലിയ ആൾക്ക് തടിക്കണം. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റ്ലി വേറെ ആളെ പോലെ ആവാൻ ട്രൈ ചെയ്യണം. എപ്പോഴെല്ലാം നമ്മൾ വേറെ പോലെ ആവാൻ ട്രൈ ചെയ്യുന്നു, നമുക്ക് ഉള്ളിൽ സന്തോഷം കിട്ടാനേ പോകുന്നുണ്ട്. നമുക്ക് എപ്പോഴും നമ്മളുള്ളിൽ നോക്കി നമ്മളിങ്ങനെ നന്നാവണം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ താനെ പോസിറ്റീവ് സന്തോഷം ദൈവത്തിന് അനുഗ്രഹം. നന്ദി, നമസ്കാരം.